പ്രിയപ്പെട്ടവരെ, എന്താണ് നിയമം? വ്യക്തിഗതവും സാമൂഹികവുമായ നിയന്ത്രണങ്ങളുടെ ഒരു സമാഹാരമാണ് നിയമം. ഒരാളുടെ സ്വഭാവം, പെരുമാറ്റം, സ്വാതന്ത്ര്യം, പ്രവൃത്തി, അവകാശം എന്നിവയ്ക്കെല്ലാം മേലുള്ള നിയന്ത്രണമാണ് നിയമം എന്ന് പറയുന്നത്. എന്തിനാണ് നിയമം? നീതിയുടെ മാർഗത്തിലേക്കുള്ള ലക്ഷ്യമാണ് നിയമം. അഥവാ നീതി നടപ്പാക്കാനുള്ള ഒരു ഉപകരണമാണ് നിയമം. നീതി എന്നത് ഒരു അവകാശമാണെങ്കിൽ നിയമം എന്നത് അതിൻ്റെ പ്രായോഗികമായ ബലതന്ത്രമാണ്. അതായത് നീതിയും നിയമവും തമ്മിലുള്ള ഈ പാരസ്പര്യം. അപ്പോൾ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചോദ്യം എന്താണ് നീതി എന്നതാണ്. നീതി എന്നത് സാമൂഹ്യ നീതി തന്നെയാണ്. ഇപ്പോൾ സഖാവ് ബ്രിട്ടോ പറഞ്ഞു തീർക്കുന്നിടത്ത് തന്നെയാണ് ഞാനിപ്പോൾ തുടങ്ങുന്നത്. നീതിയും നിയമവും കെട്ടുപോകുന്ന ഒരു രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവില്ല, ഏകാധിപത്യമായിരിക്കും, മതാധിപത്യമാവും ഉണ്ടാവുക. അപ്പം മതാധിപത്യ വ്യവസ്ഥയിലും ഏകാധിപത്യ വ്യവസ്ഥയിലും നീതി എന്ന് പറയുന്നത് ആർക്ക് ലഭ്യമല്ല. നീതി എന്നത് ലഭ്യമാകുന്നത് ജനാധിപത്യത്തിലാണ്. ഇപ്പൊ ജനാധിപത്യത്തിന്റെ ഇപ്പം സഖാവ് പറഞ്ഞു തീർത്തതാണ്. ജനാധിപത്യത്തിന്റെ ആവശ്യകതയാണ് മതനിരപേക്ഷത. അഥവാ മതനിരപേക്ഷതയും ജനാധിപത്യം എന്ന് പറയുന്നത് പരസ്പര പൂരകമായ ഒരു കാര്യമാണ്. വ്യക്തി നിയമങ്ങളുള്ള രാജ്യത്ത് സാമൂഹ്യനീതി ഉണ്ടാവില്ല, സ്ത്രീകളുടെ സമത്വം ഉണ്ടാവില്ല, വ്യക്തികൾ തമ്മിലുള്ള മുമ്പേ ഞാൻ സൂചിപ്പിച്ച പോലെയുള്ള വ്യക്തിയുടെ പെരുമാറ്റങ്ങളുടെയും സ്വഭാവങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രശ്നങ്ങളൊന്നും ഒരു വ്യക്തിഗത സാമൂഹ്യ വ്യവസ്ഥയിൽ, ഒരു മതാധിപത്യ സാമൂഹ്യ വ്യവസ്ഥയിൽ, ഒരു സ്വേച്ഛാധിപത്യ സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ് ജനാധിപത്യത്തെ ഒരു വലിയ അവകാശ പ്രശ്നമായി, അല്ല ജനാധിപത്യം ഒരു ഉദാത്തമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയായിട്ട് നാം കണക്കാക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് നമ്മുടെ ഉദ്ഘാടകൻ പറയുണ്ടായി. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ആർട്ടിക്കിൾ 14 ആണ്. ആർട്ടിക്കിൾ 14 വളരെ കൃത്യമായി പറയുന്നത് ഓൾ ആർ ഈക്വൽ ബിഫോർ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നുള്ളതാണ്. അപ്പോൾ ഈക്വൽ ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് കേൾക്കാൻ സുഖമുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഇതുവരെ നടപ്പിലായോ എന്നുള്ളൊരു കാര്യം വേറെയാണ്. പക്ഷേ അതിന്റെ സൈദ്ധാന്തികമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യമായ നിയമ പരിരക്ഷ ലഭ്യമാകണമെന്നാണ്. നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ എന്താണ് നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷ? തുല്യ പരിരക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും കോടതിയിൽ പോകാമെന്നതുകൊണ്ടോ എല്ലാവർക്കും സുപ്രീം കോടതിയിൽ പോയി കണ്ട കാര്യങ്ങൾ ബാധിക്കാമെന്നോ അല്ല. അങ്ങനെയൊന്നും സുപ്രീം കോടതി പോയിട്ട് നമ്മുടെ മജിസ്ട്രേറ്റ് കോടതി വരെ പോകണമെങ്കിൽ പോലും എത്രമാത്രം ചെലവും ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് എന്ന് അതുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ള ആളുകൾക്കറിയാം. അപ്പൊ അങ്ങനെ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ആ പരിരക്ഷ എന്ന് പറയുന്നത് കോടതിയിൽ പോകാനുള്ള ഒരു കാര്യമല്ല. എല്ലാവരുടെയും ആ അവകാശത്തെ തനിക്ക്, ഞാൻ പറഞ്ഞത് ഇവിടെ നിയമത്തെക്കുറിച്ചൊക്കെ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ സമയപരിമിതി കൊണ്ട്. പക്ഷെ ഇവിടെ സഖാവ് ബ്രിട്ടോ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അവകാശം എന്ന് പറയുന്നത്, നമ്മുടെ നിയമനീതി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പരിമിതിയുണ്ട്. നമ്മുടെ കൈകൾ എത്തുന്നതിന് അപ്പുറത്തേക്ക് നമുക്കൊരു അവകാശമില്ല. ആ അവകാശത്തെ കുറിച്ചല്ല ആ നിയമപരിരക്ഷയെ സംബന്ധിച്ചുള്ള തുല്യത എന്ന് പറയുന്നത് ഞാനെന്ന വ്യക്തി പോലെ നിങ്ങളും എല്ലാവരും വ്യക്തികളാണ്. വ്യക്തികൾക്കെല്ലാം സമൂഹത്തിലുണ്ടാവേണ്ട അവന്റെ അവസര സമത്വം, ആ ഏക സമത്വം അല്ലെ ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ വർഗത്തിന്റെയോ ലിംഗത്തിന്റെയോ ഭാഷയുടെയോ ദേശത്തിന്റെയോ അതിരുകൾക്കപ്പുറത്തേക്കുള്ള തുല്യമായ പരിഗണനയാണ്. ഇത് ഇന്റർനാഷണൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ജാതി മത ലിംഗ വർണ്ണ വർഗ ഭേദമന്യേ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന അതൊരു വലിയ മഹത്തായ സങ്കല്പമാണ്. നമ്മളതൊക്കെ ഇപ്പൊ നമുക്ക് ഈ പല കാര്യങ്ങളെ കുറിച്ചും നമുക്ക് വ്യാഖ്യാനങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ജനാധിപത്യം എന്താണ് അദ്ദേഹം പറഞ്ഞു. നമുക്കിപ്പോഴും ജനാധിപത്യത്തെ കുറിച്ച് ശരിക്കുള്ള ധാരണകളില്ല. അല്ലെ മതനിരപേക്ഷത എന്താണ്? മതനിരപേക്ഷതയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടി നടക്കും. കാരണം എന്താണ്? മതനിരപേക്ഷതയെ കുറിച്ച് ഇന്നുവരെ കൃത്യമായൊരു നിർവചനം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനാ രേഖപ്പെടുത്തിയ പോലും കൃത്യമായൊരു നിലപാട് ഇന്ത്യയിൽ ഇന്നുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ ഇപ്പോൾ സോഷ്യലിസത്തെ കുറിച്ച് പറയുന്ന, അവസര സമത്വത്തെക്കുറിച്ചും ലിംഗസമത്വത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇത് കേൾക്കാൻ കൊള്ളാതെ വാക്കുകളെന്നപ്പുറത്തേക്ക് എവിടെയാണ് ഈ സമത്വം ഉണ്ടാവുക, എവിടെയാണ് തുല്യത ഉണ്ടാവുക, എങ്ങനെയാണ് ഇത് ഉണ്ടാവുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതൊരു സാമൂഹിക പ്രശ്നം മാത്രമല്ല, ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. അപ്പൊ നിയമത്തിന് മുന്നിൽ തുല്യത വരിക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോകാൻ കഴിയുമെങ്കിലും അത് അനായാസമായി സാധിക്കാവുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? നമ്മളെ നിയമത്തിനപ്പുറത്തേക്ക് ഭരിക്കുന്ന മറ്റു ചില പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.
നിയമത്തിന് മുന്നേ എല്ലാവരും തുല്യരാണെങ്കിൽ ഇപ്പൊ നമ്മൾ ദൈവത്തെക്കുറിച്ചൊക്കെ ആളുകളോട് പറയുമ്പോൾ എല്ലാവരും ദൈവമക്കളാണ്, എല്ലാവരും ദൈവത്തിന്, ഇതൊക്കെ വെറുതെ പറഞ്ഞു പോകാൻ അപ്പുറത്തേക്ക് സാമൂഹ്യ ജീവിതവുമായി, യാഥാർത്ഥ്യവുമായി, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളുമായി, സാഹചര്യങ്ങളുമായി ഒരു തരത്തിലും പൊരുത്തമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇനി ഞാൻ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്ത്യൻ നിയമങ്ങൾ ആരുണ്ടാക്കിയതാണ്? ഇന്ത്യയിലെ പ്രബലമായ നിയമങ്ങൾ ഒന്നും തന്നെ ഇന്ത്യക്കാരുണ്ടാക്കിയതല്ല. ഇന്ത്യയില് 1860 IPC വരുന്നത്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹൈക്കോർട്ട് ആക്ട് വരുന്നത്, എവിഡൻസ് ആക്ട് വരുന്നത്, എല്ലാം ഈ എവിഡൻസ് നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങളാണ് നമ്മളെ ഭരിക്കുന്ന ഒട്ടുമുക്കാൽ നിയമങ്ങളും ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ ഏതെങ്കിലും മാറ്റണമെന്ന് ഇന്ത്യയിലെ ഭരണാധികാരിക്ക് കഴിഞ്ഞ 70 വർഷത്തിനിടെ തോന്നിയോ? ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ കുറെ കരിനിയമങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇപ്പൊ 1772 വാറൻ ഹേസ്റ്റിങ്സ് ആണ് മത നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള സിവിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ദ മൊഫ്യൂസ് ആൻഡ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ആക്ടിലൂടെയാണ് ഇന്ത്യയിലെ വ്യക്തി നിയമങ്ങളല്ല, ഇന്ത്യയിലെ മത നിയമങ്ങൾ വരുന്നത്. ഈ മത നിയമം ഉണ്ടാക്കുന്ന സാഹിബ് തന്നെയാണ്. അതേ സാഹിബ് തന്നെയാണ് 1780 റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്നിട്ട് മുസ്ലിങ്ങൾക്ക്, ഹിന്ദുക്കൾക്ക് പ്രത്യേകമായ നിയമങ്ങൾ അംഗീകരിച്ചു കൊടുത്തത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏകീകൃത സിവിൽ നിയമത്തെ എതിർക്കുന്ന ആളുകൾ, ഏകീകൃത സിവിൽ നിയമം തെറ്റാണെന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നിയമങ്ങളൊന്നും ഇന്ത്യയിലെ ആർക്കെങ്കിലും പങ്കാളത്തോടു കൂടി ഉണ്ടാക്കിയ നിയമങ്ങൾ അല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ബ്രിട്ടീഷുകാരൻ IPC ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ സെഡേഷൻ നിയമത്തെ കുറിച്ച് 124A കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. അതായത് ഇന്നും ദേശദ്രോഹ നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ദേശീയഗാനം ചൊല്ലുമ്പോൾ ഇന്ന് ചെയ്യണം, എന്നില്ലെങ്കിൽ അവനെ ശിക്ഷിക്കണമെന്ന് പറയുന്ന സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന വിവരമില്ലാത്ത ജഡ്ജിമാര്. കാരണം സുപ്രീം കോടതി, ഇന്ത്യയിലെ നിയമമുണ്ട്, നാഷണൽ ഓർഡർ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ ദേശീയഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ആ നിയമത്തിന് ആ ദേശീയഗാനത്തെ ഡിസ്റപ്റ്റ് ചെയ്യുന്നത്, തടസ്സപ്പെടുത്തുന്നത് മാത്രമാണ് കുറ്റകരം. അല്ല ദേശീയഗാനം ചൊല്ലും എഴുന്നേറ്റ് നിൽക്കണമെന്ന്, ഇന്ന രീതിയിൽ നിൽക്കണമെന്നൊന്നും നിയമമില്ല. പക്ഷേ ആ ജഡ്ജി അങ്ങനെ തോന്നി, അയാൾക്ക് തോന്നിയാൽ അത് നിയമമാണ്. അതവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം. അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ ദേശീയഗാനം ചൊല്ലണമെന്നൊന്നും ഇന്ത്യൻ ഭരണഘടനയിലും ഇല്ല, ദേശീയ സുരക്ഷാ നിയമങ്ങളിൽ ഒന്നിലും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സെഡേഷൻ പോലുള്ള നിയമങ്ങൾ ബ്രിട്ടീഷുകാരൻ ഭരണഘടനയിൽ എഴുതി, അല്ലെങ്കിൽ IPCയിൽ എഴുതി വെച്ചത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുണ്ടാവുന്ന ഏതൊരു സമൂഹ സമരത്തെയും അടിച്ചമർത്താൻ വേണ്ടിയാണ്. അല്ലെ ബ്രിട്ടീഷ് രാജ്ഞിക്കെതിരായിട്ടോ ബ്രിട്ടീഷ് രാജാവിനെതിരായിട്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി നടത്തുന്ന സമരങ്ങളെ അമർച്ച ചെയ്യാനാണ് സെഡേഷൻ നിയമം കൊണ്ടുവന്നത്. അതുപോലെ മതം 294 മതനിയമം അല്ലെ മതനിന്ദാ നിയമം. അതിൽ ആലോചിച്ച് നോക്കൂ, ഇന്ന് മതനിന്ദാ നിയമത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്. പക്ഷേ ഇന്ന് മതത്തിനെതിരായി സംസാരിക്കുന്ന ആളുകളെ അത് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ ഇപ്പോഴും നമ്മുടെ നിലവിലുണ്ട്. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണ്. അപ്പൊ ഈ ബ്രിട്ടീഷുകാരൻ എന്തിനായി നിയമമൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർക്ക് വളരെ കൃത്യമായി ഇന്ത്യയിൽ ഭരിച്ചു പോകാൻ വേണ്ടിയുള്ള സാമൂഹ്യ വ്യവസ്ഥയാണ് അവരുണ്ടാക്കിയത്. IPC നിയമങ്ങൾ മാത്രം, ഇന്ത്യയിലെ വിദ്യാഭ്യാസ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയ ബ്രിട്ടീഷുകാരാണ്. പക്ഷെ അവര് IPCയിലൂടെ ശിക്ഷാ നിയമം തയ്യാറാക്കിക്കൊണ്ട് അവർ ഏകീകൃതമായിട്ടുള്ള ഒരു യൂണിഫോം സിവിൽ അല്ലെങ്കിൽ പീനൽ കോഡ് അവരുണ്ടാക്കി. അപ്പൊ യൂണിഫോം പീനൽ കോഡ് ഉണ്ടാക്കിയപ്പോൾ അവിടെ മുസ്ലിമിന് കൊലപാതകം ചെയ്താൽ ഇന്ന ശിക്ഷ എന്നോ, ക്രിസ്ത്യാനിക്ക് കൊലപാതകം ചെയ്താൽ ഇന്ന ശിക്ഷ എന്ന് പറഞ്ഞിട്ടില്ല. ആരെന്ത് കുറ്റം ചെയ്താലും ഒരേ നിയമത്തിന് പേരിൽ അവരെ വിസ്തരിക്കുകയും ഒരേ ശിക്ഷ അവർ കൊടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് തന്നെ ബ്രിട്ടീഷുകാർ പറഞ്ഞു, സിവിൽ കോഡിൽ അത് വേണ്ട. എന്തുകൊണ്ട് വേണ്ട? സിവിൽ കോഡിൽ അത് വേണ്ട എന്ന് പറയാൻ കാരണം അവരുടെ വളരെ പ്രസിദ്ധമായ ഒരു തന്ത്രമുണ്ട്, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. നീയൊക്കെ തമ്മിൽ അടിച്ചു തീർന്നോളാൻ വേണ്ടിയുള്ള അവർക്ക് മനസ്സിലായി വളരെ കൃത്യമായി. 857 കാലം മാത്രമല്ല, അതിനു മുമ്പ് തന്നെ അവർക്ക് മനസ്സിലായി, ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വര രാഷ്ട്രത്തില് ഇന്ത്യ റേഷനറിക്ക് വേണ്ടി നടത്താൻ ആരും ഒരുപാട് സമരം ഉണ്ടാവില്ലെങ്കിൽ പോലും ഒരു മുസ്ലിമിന്റെ ഹിന്ദു എന്ന് റേഷനറിക്ക് വേണ്ടി അങ്ങനെയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ തയ്യാറല്ലെങ്കിലും മതത്തെ കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞാൽ മതപരമായ വികാരം ഉണർത്തിവിടാൻ വളരെ എളുപ്പമാണ് എന്നും ഇവർ തമ്മിൽ അടിച്ചുകൊള്ളുന്നു. ദൈവകാര്യം പറഞ്ഞു കൊടുത്താൽ മതി, ദൈവത്തിന്റെയോ മതത്തിന്റെയോ കാര്യം കൊണ്ട് എടുത്തോട്ടാൽ ഇവർ തമ്മിൽ അടിച്ചുകൊള്ളും, ഭയങ്കരമായിട്ട് അടിച്ചുകൊള്ളുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവരെ ഭിന്നിപ്പിച്ചു ഭരിക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ യൂണിഫോം പീനൽ കോഡ് ഉണ്ടാക്കിയെടുത്ത് യൂണിഫോം സിവിൽ കോഡ് വരെ ഉണ്ടാക്കാതെ മതപരമായ നിയമങ്ങളിലേക്ക് കടന്നുപോയത്. അതാണ് അതിന്റെ ഒരു കാര്യം. ഇനിയും ഈ സിവിൽ കോഡിന്റെ കാര്യം ഇവിടെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പം ചെയ്യുന്നൊരു പരിപാടി ഉണ്ടെന്നാണ്, സിവിൽ കോഡ് മതവിരുദ്ധമാണ് എന്നൊറ്റ അടിക്കണം. സിവിൽ കോഡ് വന്നിട്ടില്ല,
സിവിൽ കോഡിന്റെ ബില്ല് വന്നിട്ടില്ല. എന്താണ് സിവിൽ കോഡിന്റെ കണ്ടന്റ് എന്ന് ചർച്ച വന്നിട്ടില്ല. ഇത് ആരുണ്ടാക്കുന്ന ചർച്ച വന്നിട്ടില്ല. BJP ഇത് കൊണ്ടുവരാൻ പോകുന്നില്ല. BJP കൊണ്ടുവന്നിട്ടില്ല. BJP കൊണ്ടുവരികയില്ല. ഇത് ഇന്ത്യയിലോട്ട് നടപ്പിലാകാനും പോകുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം. പക്ഷേ സിവിൽ കോഡ് നമ്മൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇവിടുത്തെ സകല രാഷ്ട്രീയക്കാർ പറഞ്ഞു കഴിയുന്നു അത് മതവിരുദ്ധമാണ്. എവിടെയാണ് മതവിരുദ്ധം? എന്താണ് സിവിൽ കോഡ്? എന്താണ് സിവിൽ നിയമങ്ങൾ? ഏതിനെയൊക്കെ സംബന്ധിക്കുന്നതാണ് സിവിൽ നിയമങ്ങൾ? സിവിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വിവാഹത്തെ സംബന്ധിച്ച്, വിവാഹമോചനത്തെ സംബന്ധിച്ച്, സ്വത്തവകാശത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സിവിൽ നിയമങ്ങൾ എന്നല്ലെങ്കിൽ സിവിൽ കോഡിനകത്ത് വരുന്നത്. ഈ ഏകീകൃത സിവിൽ വിശദാംശങ്ങളിൽ ഞാൻ വീണ്ടും വരാം. അപ്പൊ ഏകീകൃത സിവിൽ നിയമം എന്ന് പറഞ്ഞാൽ ഉടനെ അത് മതവിരുദ്ധമാണ് എന്ന് പറയുകയും ഒരു കൂട്ടര്, രണ്ടാമതൊരു കൂട്ടർ പറയുന്നത് അത് മുസ്ലിങ്ങൾക്കെതിരായ നിയമമാണെന്ന്. വളരെ പെട്ടെന്ന് ഇത് എവിടെ നിന്നാണ് ഈ ആശയം കിട്ടിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനെ സംബന്ധിച്ച് നിരവധി ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പത്രങ്ങളില് ദൈനംദിനം വരുന്നതിലെല്ലാം ഇത് ഇസ്ലാമിനെതിരാണെന്നാണ് പറയുന്നത്. ആ ഇസ്ലാമിനെതിരെ ആര് പറഞ്ഞു? ഇത് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ചുമ്മാ കാര്യം പറഞ്ഞാൽ മതിയോ? ഇസ്ലാമിനെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള വർത്തമാനങ്ങളല്ല വേണ്ടത്. ഹിന്ദു ഭീകരവാദിയെ സുഖിപ്പിക്കാൻ നമ്മളിവിടെ പറഞ്ഞ പ്രശ്നം അത് തന്നെയാണ്. ഇപ്പൊ സഖാ ബ്രിട്ടോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിവിടെ വർഷങ്ങളായി, കാലങ്ങളായി, ദശകങ്ങളായി ഈ സുഖിപ്പീരിന്റെ പരിപാടികൾ നടത്തിയിട്ടും എന്താ അനുഭവം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഖിപ്പിച്ചപ്പോൾ മനുഷ്യന് അഭിപ്രായം പറയാൻ അവകാശമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. എന്നേരം എന്ത് ചെയ്യുന്നു? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ വിഷയം വിട്ടു പോവല്ല. നമ്മൾ ഒരു ഭീകരവാദത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റു ഭീകരവാദത്തെ മിണ്ടാതിരിക്കുന്നു. മതം ഭീകരമാണ്. എല്ലാ മതഭീകരവാദവും അപകടകരമാണ് എന്ന് പറയണം നമ്മൾ. അതിനു പകരം ഒരു ഭീകരവാദത്തിന്റെ സ്റ്റേജിൽ കയറിയിരുന്നോണ്ട് മറ്റൊരു ഭീകരവാദമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികം സംഭവിക്കുന്ന മത ഭീകരവാദം വളർന്നു വരിക എന്നുള്ളതാണ്. ഇനി ഹിന്ദു ഭീകരവാദത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് ഈ മുസ്ലിമിന്റെ വേദി പോയിട്ടല്ല. അല്ലെ, മുസ്ലിം ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹിന്ദു ഭീകരവാദത്തെ കുറിച്ച് പറയുമ്പോൾ സംഭവിക്കുന്നത് BJPയുടെ വോട്ട് പെട്ടിയിലേക്ക് വോട്ട് കൂടുതൽ വീഴുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഭവിക്കുന്ന നമ്മുടെ ഭരണകൂടങ്ങൾ, നമ്മുടെ ഭരണാധികാരികൾ, അത് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ആരായാലും അത്തരം വേദികളിൽ പോയിരുന്നുകൊണ്ട് ഈ മതം നല്ലതാണ്, മറ്റേ മതമാണ് കുഴപ്പമെന്ന് പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഇപ്പം ചർച്ച വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ മുസ്ലിം അല്ലെങ്കിൽ ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരായ ഒരു നിയമം അല്ല എന്നുള്ളത് പറയാം. ഹിന്ദുക്കൾക്കിടയിൽ സിവിൽ കോഡ് ഏകമാണോ? ഹിന്ദുക്കൾക്കിടയിൽ സിവിൽ കോഡ് ഏകമാണ്. ഇപ്പം വന്നിരിക്കുന്ന വേറെ അപകടം കൂടെ ഉണ്ട്. ജനുവരി 2-ാം തീയതി സുപ്രീം കോടതി നടത്തിയ പ്രഖ്യാപനം, അല്ല, നല്ല വലിയൊരു വിധി. 7 ജഡ്ജിമാരില് 4 പേര് അനുകൂലം, 3 പേര് എതിർത്തുകൊണ്ടൊരു വിധി വന്നിട്ടുണ്ട്. എന്താണ്? മതവും രാഷ്ട്രീയവും തമ്മിൽ വേർതിരിക്കണമെന്ന് പറയുന്ന നിയമം. നമ്മൾ കേൾക്കുമ്പോൾ വളരെ സുഖമുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ഏതാണ്ട് 2584 മുതൽ കേരള ഐക്യവാദി സംഘം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് മതമുക്ത രാഷ്ട്രീയം, മതവും രാഷ്ട്രീയവും തമ്മിൽ വേർതിരിക്കണമെന്ന് പറയുന്നത്. പക്ഷെ അത് പറയുമ്പോൾ മതവും രാഷ്ട്രീയം വേർതിരിക്കുക എന്ന് പറയുന്നതില് എല്ലാ മതത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. സുപ്രീം കോടതിയുടെ വിധിയും വളരെ കേട്ടാനുള്ള രസമുള്ള കാര്യമാണ്. പോകുന്ന അവസാനത്തെ പറഞ്ഞ ജസ്റ്റിസ് താക്കൂർ ഇറങ്ങി പോകുന്നതിന് തലേദിവസം എഴുതിയ വിധിയാണ്. എന്താ വിധി? രാഷ്ട്രീയവും മതവും വേർതിരിക്കണം. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു ചെറിയ ചതിയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നുപോയി. അത് നമ്മുടെ മാധ്യമങ്ങൾ ആ ചതി പറഞ്ഞില്ല എന്നുള്ളതാണ്. ഈ വിഷയം കേരളത്തിലെ മാധ്യമങ്ങൾ കാര്യമായിട്ട് ചർച്ച ചെയ്തില്ല. ഇതില് അല്ല, ഈ ജസ്റ്റിസ് അല്ലെങ്കിൽ ഈ പറയുന്ന സുപ്രീം കോടതി വിധി കാര്യമായ രീതിയിൽ ചർച്ച വന്നില്ല. 95-ലെ SR മൊമൈ കേസിനകത്ത് വളരെ കൃത്യമായി സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് പൊളിറ്റിക്സ് തമ്മിലുള്ള പ്രശ്നം ഉണ്ടായി. ആ വിഷയത്തിൽ അന്ന് സുപ്രീം കോടതി പറഞ്ഞ അപകടകരമായ ഒരു പ്രശ്നം, ഒരു നിരീക്ഷണം, ഒരു വിധി എന്ന് പറയുന്നത് ഹിന്ദു ഒരു മതമല്ല, ഹിന്ദു ഒരു സംസ്കാരമാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്ന അപകടം. ഹിന്ദു മതമല്ല, സംസ്കാരമാണ് എന്ന് സുപ്രീം കോടതിക്ക് പറയാനുള്ള എന്ത് തെളിവാണെന്ന് എനിക്കറിയില്ല അവരുടെ കയ്യിലുള്ളത്. അപ്പൊ ഹിന്ദു മതമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം, മതവും രാഷ്ട്രീയം വേർതിരിക്കാന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് വേർതിരിക്കപ്പെടേണ്ടത്? മുസ്ലിമും ക്രിസ്ത്യാനിയുടെയും രാഷ്ട്രീയം വേർതിരിക്കണം. ഹിന്ദുവിന്റെ രാഷ്ട്രീയം വേർതിരിക്കണം. ഹിന്ദു മതമല്ലല്ലോ. എന്ത് അപകടകരമാണ് സംഭവം നോക്കുക. അപ്പൊ വിധി കേൾക്കുമ്പോൾ നമുക്ക് സുഖകരമാണ്. അതെ, മതവും രാഷ്ട്രീയം വേർതിരിക്കണം. അത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ്. മതം ജനാധിപത്യത്തെ പോയിട്ട് ഒരു കാര്യത്തിനോടാണ് അവകാശം മതത്തിനില്ല. മതം ആത്മീയ കാര്യങ്ങൾ മാത്രം നോക്കുക, ദൈവത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഭരണകൂടത്തിന്റെ കാര്യം നോക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കോട്ടെ, അവര് കാര്യങ്ങൾ ചെയ്യട്ടെ, അതാണ് ശരി. അതാണ് ലോകത്ത് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അത്തരം അപകടത്തില് ആരാണ് ഹിന്ദു എന്ന് ചോദിച്ചാൽ നമുക്കൊരു നിർവചനമില്ല. ഈ ഹിന്ദുവിന്റെ നിയമങ്ങൾ എവിടെ ഉണ്ടായത്? ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമല്ല, ഹിന്ദു എന്ന് പറയുന്ന ഒരു ജാതി കൂട്ടമാണ്. 80,000-ലേറെ ജാതി ഉപജാതികൾ ചേരുന്ന ഒരു വലിയ ജാതി കൂട്ടമാണ് ഹിന്ദു എന്ന് പറയുന്നത്. അതിൽ ഓരോ ജാതിക്കും ഓരോ നിയമമാണ്. എല്ലാവരും കല്യാണം കഴിക്കുന്നവരിലാണോ? നായര് കല്യാണം കഴിക്കുന്നവരാണോ? നമ്പൂരി കല്യാണം കഴിക്കുന്നത്? അതുപോലെയാണ് ബോലേന്റെ കല്യാണം നടക്കുന്നത്. ഓരോ ജാതികൾക്കും ഓരോ നിയമമാണ് വിവാഹത്തില്, സ്വത്തവകാശത്തില്.
അങ്ങനെയുള്ള അവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഓരോ ജാതി വിഭാഗങ്ങൾക്കും ഓരോ നിയമങ്ങളാണ്. ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം ഈ ഹിന്ദുവിന് പൊതുവായൊരു നിയമമില്ല എന്നുള്ളതാണ്. ഇനി ഹിന്ദുവിന്റെ നിയമങ്ങൾ ഉണ്ടായത് തന്നെ വിജ്ഞാനേശ്വരന്റെ മിതാക്ഷരയും മേഘാതിയുടെ ദയാഭാഗ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുവിന്റെ പൊതു നിയമങ്ങൾ ഉണ്ടായത്, സിവിൽ നിയമങ്ങൾ ഉണ്ടായത്. അതിലിപ്പം ദയാഭാഗ നിയമം എന്ന് പറയുന്നത് ബംഗാൾ അടക്കമുള്ള വടക്കൻ പ്രദേശങ്ങളിലാണെങ്കിൽ ബാക്കി പ്രദേശങ്ങളിലാണ് ഈ മിതാക്ഷര നിയമം നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നതൊന്നും യാതൊരു കാരണവശാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സിവിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പം സബിന്ദ എന്നൊരു പേര് പ്രയോഗമുണ്ട് ഹിന്ദു ഇതില്. സബിന്ദ എന്ന് പറയുന്ന പിണ്ടം വെക്കുന്നതെന്ന് അതിന്റെ അർത്ഥം. പുത്രൻ എന്ന് പറയുന്നവൻ എന്തുകൊണ്ടാണ് സ്വത്തവകാശം കൊടുക്കുന്നത്? പുത്രന് സ്വത്തവകാശം കൊടുക്കാൻ കാരണം പുമ്മെന്ന് പറയുന്ന നരകത്തിൽ നിന്ന് പിതാവിന്റെ ആത്മാവിനെ രക്ഷിച്ചു കൊടുക്കണമെങ്കിൽ പുത്രൻ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യണം, വായിക്കരിയണം. പുത്രൻ അച്ഛന്റെ ശവത്തിന് കർമ്മം ചെയ്താൽ മാത്രമേ അച്ഛന് സ്വർഗത്തിൽ പോകാൻ കഴിയുന്നുള്ള സങ്കല്പത്തിൽ നിന്ന് ആ സബിണ്ട വെക്കുന്നവനാണ് ആ സ്വത്തവകാശം കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ മതപരമായ ആ വസ്തുത എന്ന് പറയും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു നിയമം ഉണ്ടായിട്ടുള്ള, ഹിന്ദു വ്യക്തി നിയമം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും നമ്മൾ വെച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ഹിന്ദുവിലെ എല്ലാ മക്കൾക്കും, ഒരു ഹിന്ദുവിലെ അച്ഛനും അമ്മയ്ക്കും ഉള്ള മക്കൾക്ക് എല്ലാവർക്കും തുല്യമായ അവകാശം ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ? ഏകീകൃതമായിട്ടുള്ള ഒരു സിവിൽ നിയമമുണ്ടോ? 1955 ഹിന്ദു മാരേജ് ആക്ട് വരുന്നത് വരെ എന്തായിരുന്നു ഹിന്ദുവിന്റെ അവസ്ഥ എന്ന് പറയുന്നത്? എന്തായിരുന്നു? നമ്മളിവിടെ കൊട്ടിഘോഷിക്കുന്ന ശശികല ടീച്ചർ, വിഷകല ടീച്ചറൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഒരു സനാതന ധർമ്മമുണ്ടല്ലോ. ഇപ്പോഴും എല്ലാവരും സനാതന ധർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ സനാതന വ്യവസ്ഥയില് ഏറ്റവും ഉന്നതരെന്ന് അന്നും ഇന്നും നമ്മൾ വാഴ്ത്തി പോരുന്നൊരു കൂട്ടരാണ് ബ്രാഹ്മണര്, അല്ലെ? നമ്പൂതിരിമാര്. നമ്പൂതിരിമാർക്കിടയിൽ വിവാഹാവസ്ഥ എന്തായിരുന്നില്ല, എന്താണ് ഇപ്പോഴും? നമ്പൂതിരിമാർക്കിടയിൽ കുടുംബം എന്ന് പറയുന്നത് ഉണ്ടായിട്ട് എത്ര കാലം? നമ്മുടെ നമ്പൂതിരിമാർക്കിടയിലെ കേരളത്തിലെ കുടുംബം ഉണ്ടായിട്ട് എത്ര വർഷമായി? 100 വർഷം പോലും ആയിട്ടില്ല. ഇവിടെ വിഷകല നിന്നുകൊണ്ട് 5000 വർഷത്തിന്റെ ആർഷഭാരത പാരമ്പര്യത്തെ കുറിച്ചൊക്കെ പറയും. പക്ഷേ കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ കേരളത്തിലുണ്ടായിട്ട് നമ്പൂതിരിമാർ കല്യാണം കഴിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 1932 നമ്പൂതിരി സമുദായത്തിൽ ആദ്യമായ ഒരു വിധവാ വിവാഹം നടക്കുന്നതും നമ്പൂതിരി സമുദായത്തിലെ പെണ്ണുങ്ങൾ 4 കെട്ടിന്റെ 8 കെട്ടിന്റെ മറക്കുടകൾ തല്ലി പൊളിച്ചുകൊണ്ട് പ്രിയദത്ത കല്ലാട് വാര്യാപള്ളവും അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളും ഒക്കെ പാർവതി നെന്മിനി മംഗലവും ഒക്കെ പുറത്തിറങ്ങിയത് വീറ്റി പട്ടത്തിരിപ്പാടെന്ന് പറഞ്ഞ യുക്തിവാദികൾ കൈപിടിച്ചുകൊണ്ടാണ്. അപ്പൊ 32 നമ്പൂതിരി സമുദായത്തിലെ വിവാഹം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാകുന്നത്. അതിന് വിവാഹമില്ല, സംബന്ധമാണ്. സംബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? വേളി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂത്തയാൾക്ക് മാത്രം വേളി കഴിക്കാനുള്ള അവകാശമുള്ള കല്യാണം കഴിക്കാൻ. മൂത്തയാൾ കല്യാണം കഴിച്ച് ഭാര്യയെ വീട്ടിൽ കൊണ്ടുവരാൻ, ബാക്കിയുള്ളവർക്ക് സംബന്ധമാണ്. നാട്ടിലെമ്പാടും ഇറങ്ങി പൂമ്പടി വിതരണമാണ്. അതിനാണ് വിവാഹം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പൂമ്പടി വിതരിച്ചുണ്ടാകുന്ന കുട്ടികൾക്കാർക്കും സ്വന്തം അച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പന്മാര്, അതാണല്ലോ നമ്മൾ കടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് നാടകത്തില് ഒരപ്പൻ പറയുന്നത്, ദൈവമേ അടുത്ത ജന്മത്തിൽ ഒരു പട്ടിയായി ജനിക്കേണ്ടി വന്നാലും ഇനി ഒരു നമ്പൂതിരിയുടെ കുടുംബത്തിൽ അപ്പനായി ജനിക്കാൻ ഇടവരരുത് എന്ന്. ഇതായിരുന്നു നമ്പൂരി സമുദായത്തിന്റെ അവസ്ഥ 32-40 വരെ. അങ്ങനെ ഉണ്ടാകുന്ന അവരെ ഇപ്പം പറയുന്ന ആർഷഭാരത സംസ്കാരത്തില് ഹിന്ദുമതം എല്ലാം ഒരുപോലെയായിരുന്നു പറയുന്നത്. എന്തൊരുപോലെ, ഏതൊരുപോലെ. ഹിന്ദുമതത്തിലൊന്നും അങ്ങനെയൊന്നും യൂണിഫോം ആയിട്ട് സിവിൽ കോഡ് ഇല്ല. അങ്ങനെ നശിച്ചുപോയ 32 വരെ ഈ നമ്പൂതിരി സ്ത്രീകൾക്ക് നമ്മുടെ സിനിമയിലൊക്കെ, സീഡിയിലല്ല സീരിയലിലൊക്കെ നമ്പൂതിരി പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ശാലങ്കാര പാതാവിയാസമൊക്കെ സ്വർണ്ണമൊക്കെ ഉരുക്കൊഴിച്ചൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു പൊട്ടു തൊടാനോ കണ്ണെഴുതാനോ തലയിൽ എണ്ണ വെച്ച് കുളിക്കാനോ അല്ലെങ്കിൽ ഒരു സിന്ദൂരം ചാർത്താനോ അവകാശം 32 വരെ ഒരു നമ്പൂതിരി പെണ്ണിന് ഈ രാജ്യത്തുണ്ടായിരുന്നില്ല. വിഷകല എന്ത് പ്രസംഗിച്ചാലും ഇന്ത്യയുടെ കേരളത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ഞാൻ പറയും. 32 വീറ്റി പട്ടതിരിപ്പാടിനെ യുവജന പ്രസ്ഥാന അല്ലെ ക്ഷേമ ഉണ്ണിനമ്പൂരി പ്രസ്ഥാനത്തെ നേതൃത്വത്തിൽ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എന്ന നാടകത്തിലൂടെയാണ് ഈ നമ്പൂതിരി സമുദായത്തെ അങ്ങനെ രക്ഷപ്പെടുത്തിയത്. പക്ഷെ അതിനു മുമ്പ് കേരളത്തിലെ 14 ഇവിടുത്തെ പുലയ സ്ത്രീകൾ നാണം മറിച്ചിരുന്നു. അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ കായംകുളത്തൊക്കെ ഈഴവ സ്ത്രീകൾ നാണം മറിച്ചിരുന്നു. അതിനും വളരെ മുമ്പ് തന്നെ ഏറ്റൻകരയിലെ വൈകുണ്ഠസ്വാമിയുടെയൊക്കെ സമരത്തിന്റെ ഫലമായി സ്ത്രീകൾ നാണം മറിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം അവകാശങ്ങൾ, തുണിയുടുക്കാനുള്ള അവകാശങ്ങൾ പോലും ചോര പെയ്തുകൊണ്ട് മേടിച്ചെടുത്ത ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ഹിന്ദു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സിവിൽ കോഡ് ഹിന്ദുവുണ്ടെന്ന് ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണ് എന്ന് പറയുന്നതിലെ അപഹാസ്യത എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 1955 ഹിന്ദു മാരേജ് ആക്ട് വരുമ്പോൾ മാത്രമാണ് വിവാഹത്തെ സംബന്ധിച്ചുള്ള ഒരു നിയമം ഉണ്ടായത്. മാത്രമല്ല, എന്നിട്ട് ഇപ്പോഴും എല്ലാവരും ഒരേ രീതിയിലാണ് വിവാഹം കഴിക്കുന്നത്. ഹിന്ദുക്കള് അല്ല, ഒരേ രീതിയിലല്ല. വിവാഹത്തിലെ രീതികൾ വ്യത്യാസമുണ്ട്. വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടോ? വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പഞ്ചായത്തിൽ കല്യാണം നടക്കുന്നുണ്ട് മാത്രമേ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്, അല്ലാത്ത വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. ഈ കഴിഞ്ഞ 2008 ഒരു കോമൺ മാരേജ് ആക്ട് വരുന്നതും നടത്തിയ എല്ലാ വിഭാഗങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നും വന്നത്.
ഇനി സക്സഷനെ കുറിച്ച് അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശത്തെ കുറിച്ച് വന്നാലോ 1956 ഹിന്ദു സക്സഷൻ ആക്ട് വന്നത്. ആ സക്സഷൻ ആക്ട് അനുസരിച്ച് ഒരച്ഛന്റെ സ്വത്തിന്മേലെ മക്കൾക്കുള്ള അവകാശം എന്ന് പറയുന്നത് ഒരുപോലെയല്ല. അതിൽ 2 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. അച്ഛൻ മരിച്ചാലല്ല, ആ പുരുഷൻ മരിച്ചാല് ആ പുരുഷന്റെ സ്വത്തിന്റെ അവകാശത്തെ കുറിച്ച് 1ാം വിഭാഗത്തിൽപ്പെട്ട ആളുകള്, അത് കഴിഞ്ഞ് 2ാം വിഭാഗത്തിൽ മാത്രമാണ് ഭാര്യ വരുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിന് സ്വത്തിന്മേൽ പൂർണ്ണ അവകാശമൊന്നുമില്ല, എല്ലാ മക്കൾക്കും ഒരുപോലെ അവകാശമില്ല. അപ്പൊ ഇങ്ങനെ ഇപ്പോൾ പോലും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 2017 പോലും ഹിന്ദുക്കൾക്കിടയിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സിവിൽ നിയമം അവരുടെ വിവാഹത്തെ സംബന്ധിച്ച്, വിവാഹ മോചനത്തെ സംബന്ധിച്ച്, സ്വത്ത് ദായക്രമത്തെ സംബന്ധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ ഒരു ഏകീകൃത സിവിൽ നിയമം വരുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം എതിരാണ് എന്ന് പറയുന്നതിനകത്തെ അർത്ഥം എന്താണ്? ഇവിടെയാണ് നമ്മൾ പ്രശ്നമായി തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം. ഇനി മുസ്ലിങ്ങൾക്കിടയിലേക്ക് വരുമ്പോഴോ അവർ പറയുന്നത് ശരീഅത്ത് അനുസരിച്ച് മാത്രമേ ഞങ്ങൾ ജീവിക്കുകയുള്ളൂ എന്ന് മുസ്ലിങ്ങൾ പറയുന്നു. അപ്പൊ മുസ്ലിമിന്റെ പ്രശ്നം വരുമ്പോൾ അതാണ് ശരീഅത്ത്. ഇത് പറഞ്ഞ ആൾക്കാർക്ക് പറഞ്ഞാൽ വികാരങ്ങളിലും. ശരീഅത്ത് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഒരു മാർഗം എന്ന വാക്കിനർത്ഥം. ശരീഅത്ത് നിയമം ഉണ്ടാകുന്നത് അതിന്റെ 3 പ്രധാനപ്പെട്ട പ്രമാണങ്ങളാണ്. ഒന്ന് സുന്ന എന്ന് പറയുന്നത് പ്രവാചകന്റെ ദൈനംദിന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സുന്ന, അവയുടെ വ്യാഖ്യാനമായിട്ടുള്ള ഹദീസ്, ഇതൊക്കെ സംബന്ധിച്ച് മതപണ്ഡിതന്മാരുടെ നിയമതത്വങ്ങൾ അടങ്ങുന്ന ഇജ്മ. അങ്ങനെ സുന്നയും ഹദീസും ഇജ്മയും കൂടെ ചേരുമ്പോഴാണ് ശരീഅത്തിലെ നിയമങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ ഇവിടെ ആളുകൾ പ്രസംഗിച്ചു നടക്കുന്നതും അവരെ സപ്പോർട്ട് ചെയ്തവർ മനസ്സിലാക്കുന്നത് നബി പറഞ്ഞു കൊടുത്തതാണ് ഈ കാര്യങ്ങൾ. അത് നബി പ്രവാചകൻ പറയുന്നതായതുകൊണ്ട് പ്രവാചകൻ പറയുന്നതെല്ലാം ശരിയായിരിക്കണമല്ലോ. പ്രവാചകന് തെറ്റില്ല, കാരണം ദൈവത്തിന്റെ പരപുരുഷനായതുകൊണ്ട് തെറ്റില്ല. പക്ഷേ നബി ജീവിച്ചിരുന്ന് മരിച്ച് 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന നിയമം ഉണ്ടായത്. അല്ല, നബി ഉണ്ടാക്കി വെച്ച് പോയതല്ല, ഖുറാനിൽ പറഞ്ഞു വെച്ച് പോയതൊന്നുമല്ല. ഈ ഖുറാൻ തന്നെ ദൈവം ഇങ്ങനെ പറഞ്ഞു കൊടുത്താണെന്ന് പറയാം. പക്ഷേ ശരീഅത്ത് നിയമം ഉണ്ടാകുന്നത് നബി മരിച്ച് 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഹദീസുകൾ ഉണ്ടാകുന്നത്. ഈ ഹദീസുകൾ ആരുണ്ടാക്കി? അന്നിരുന്ന ഓരോ രാജ്യത്തെയും മതപണ്ഡിതന്മാർ അവരുടെ ഇഷ്ടമനുസരിച്ച് ഓരോന്ന് എഴുതിക്കൂട്ടി. ഒരു ഹദീസുകൾ തമ്മിൽ ആ പറയുന്ന യോജിപ്പുകളൊന്നുമില്ല. ശരീഅത്തില് ആ ഹദീസുകൾ അവരുണ്ടാക്കിയത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അവര് ഹദീസുകൾ ഉണ്ടാക്കിയത് ഖുർആന്റെയും അതുപോലെ തന്നെ ഖിയാസുകളുടെയും ഇജ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇജ്മ എന്ന് പറയുന്നത് ആരാധനാക്രമമാണ്, ഖിയാസ് എന്ന് പറയുന്ന അതിന്റെ യുക്തിപരമായ കാഴ്ചപ്പാടുകളാണ്, ഖുർആൻ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന ഗ്രന്ഥം. ഈ അടിസ്ഥാന ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ശരീഅത്ത് നിയമങ്ങൾ ഉണ്ടാക്കിയത്. ആ ശരീഅത്ത് തന്നെ ആചാരാനുഷ്ഠാനങ്ങളാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇനി പറയുന്ന പ്രശ്നം വളരെ വിശദീകരിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ചുരുക്കി പറയുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരീഅത്ത് ഏകീകൃതമാണോ? ഒരിക്കലും ശരീഅത്ത് ഏകീകൃതമല്ല. ഒരു രാജ്യത്തെയും ശരീഅത്തുകൾ തമ്മിൽ, ഇപ്പൊ ഇന്ത്യയിലെ ശരീഅത്തല്ല ഇറാനിലെ ശരീഅത്ത്, അവിടുത്തെ ശരീഅത്തല്ല തുർക്കിയിലെ അല്ല മലേഷ്യയിലെ ശരീഅത്ത്. ഈ ശരീഅത്തുകളൊന്നും ഓരോ മതക്കാരും ഓരോ മതവിഭാഗങ്ങളും, ഇസ്ലാമിൽ തന്നെ ഈ ക്രിസ്തു മതത്തിലെ പോലെ തന്നെ 100 കണക്കിന് വിഭാഗങ്ങളുണ്ട്. അതിൽ ഒരു മതവിഭാഗം മറ്റൊരു മതത്തെ അംഗീകരിക്കുന്നവരാണ്. ഉദാഹരണം പറഞ്ഞാൽ ഷിയാള് സുന്നികളെ അംഗീകരിക്കത്തില്ല, ഷിയാള് സുന്നികളും മുജാഹിദുകളെ അംഗീകരിക്കത്തില്ല, ഇവരാരും അഹമ്മദിയരെ അംഗീകരിക്കത്തില്ല, ഇവരെ ആരും ജമാഅത്തെ ഇസ്ലാമിക്കാരനെ അംഗീകരിക്കത്തില്ല, ഇവരൊരുത്തരെയും ആരും IS അംഗീകരിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇവരൊക്കെ പരസ്പര വിരുദ്ധമായ, ഒരു തരത്തിലും യോജിപ്പില്ലാത്ത ഒട്ടേറെ കാര്യങ്ങളുമായി ഇതെല്ലാം പ്രവാചക മതമാണ് എന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം വ്യാഖ്യാനിക്കുന്നതാണ് എന്നുള്ളത് നിങ്ങൾ ഏറെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിൽ അപ്പൊ ഈ ശരീഅത്ത് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ സുന്നായും ഹദീസുകളും ഇജ്മയും ചേർന്ന് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെന്ന് പറയുന്ന നിയമങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നിയമമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് സിവിൽ നിയമമായിട്ടുള്ള കാര്യങ്ങളുമില്ല. ഈ ഒരു കാര്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ശരീഅത്ത് ശരിയാണ് എന്ന് മറ്റൊരിക്കലും വേറൊരാള് അംഗീകരിക്കുകയില്ല. എനിക്ക് തന്നെ ഒരു പേഴ്സണലായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരിക്കലും ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടപ്പോൾ എന്നോട് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഈ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടുകയാണ്? ഞാൻ പറഞ്ഞു, ത്വാഹിർ മുഹമ്മദിന്റെ ഇസ്ലാമിക് ലോയാണ്. അപ്പം ത്വാഹിർ മുഹമ്മദ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഇസ്ലാമുകളുടെ ഏറ്റവും വലിയ, അപ്പൊ ഇസ്ലാമിക് ലോയിലെ ഏറ്റവും വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത് ത്വാഹിർ മുഹമ്മദാണ്. ഈ മനുഷ്യനോട് എടുത്ത ഭയം ചോദിച്ചു, അവൻ അതിന് ഇസ്ലാമാണോ എന്ന് എന്നോട് ചോദിച്ചു. കാരണം എന്താണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിക്കാരനല്ല ഇയാള് ഷിയായാണ്. അയാൾ ഷിയ ആയതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു, അതാണ് ചോദിച്ചത്, ഇന്ത്യ മുഴുവൻ വലിയൊരു നിയമപണ്ഡിതൻ, അവൻ അതിന് ഇസ്ലാമാണോ എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ അനുവദിച്ചാൽ മതി, നമുക്ക് കാര്യം മനസ്സിലാവും, മാറി നോക്കിയാൽ മതി. ഒരു ഷിയായി സുന്നിയെ അവധിയെ വിളിച്ചുകൊണ്ട് എത്തിച്ച് ഇതേക്കുറിച്ച് വർത്താനം പറയിപ്പിച്ച് നോക്കി ഇവന്മാർ കൂട്ടയായിട്ട് നടത്തുന്നതാണ്. പക്ഷെ അവർ നമുക്കെതിരെ വരുമ്പോൾ, പൊതുവെ പുരോഗമന ശക്തികൾക്കെതിരെ വരുമ്പോൾ അവരുടെ യൂണിഫൈഡ് ആക്കാറെന്നറിയോ, അവർക്ക് വലിയൊരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഇനി ഇന്ത്യൻ ശരീഅത്ത് എന്ന് പറയുന്ന സാധനം,
ഇന്ത്യൻ ശരീരത്തെ ഉണ്ടാക്കിയത് ആരാ? മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരാണ്. ഇവിടെ ഞാൻ പറയുന്ന പോലെ പ്രവാചകൻ ഇങ്ങോട്ട് ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രത്യേകം നിയമസഭയിൽ ശരീരത്തെ എഴുതി കൊണ്ട് തന്നൊന്നുമല്ല. അതും ബ്രിട്ടീഷുകാരുണ്ടാക്കി. ബ്രിട്ടീഷുകാരെങ്ങനെ ഉണ്ടാക്കിയത്? 1913 വഖഫ് നിയമവും 1939 മുസ്ലിം വിവാഹമോചന നിയമവും 1939 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ടും കൂടെ ചേർത്തിട്ട് ഇന്ത്യൻ ശരീഅത്ത് എന്ന പേരിൽ ഒരു വികൃത ജന്മം കൊടുത്തു. ആ വികൃത ജന്മത്തെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിലും ശരീഅത്ത് എന്താണ് എന്നൊരു നിർവചനം ഇല്ല എന്ന് മാത്രമല്ല, DF മുള്ളയുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോ എന്ന് പറയുന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഇന്ത്യൻ ശരീഅത്ത് നിയമം ബ്രിട്ടീഷുകാര് ഉണ്ടാക്കിയത്. അതിനകത്ത് തന്നെ ഹനഫി ഫിഖർ, ഷിയ ഫിഖർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഭാഗഭേദങ്ങളുണ്ട്. ആ വിഭാഗത്തിൽ ആ നിയമങ്ങളിലാണ്, ആ ശരീഅത്ത് നിയമത്തെ കുറിച്ചാണ് ഇപ്പോൾ ആളുകൾ ഇവിടെ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കുന്നത്. ആ തർക്കത്തില് പ്രത്യേകിച്ച് പറയുന്ന മുസ്ലിം വ്യക്തി നിയമങ്ങളിലെ മുസ്ലിം വിവാഹത്തെ കുറിച്ചാണ് വലിയൊരു തർക്കം ഇവിടെ ഉള്ളത്. മുസ്ലിം വിവാഹ നിയമം അനുസരിച്ചിട്ട് മുബാറത്ത് എന്ന് പറയുന്ന പരസ്പര വിശ്വാസം അനുസരിച്ചുള്ള വിവാഹമുണ്ട്. പിന്നെ സ്ത്രീയുടെ ആവശ്യപ്രകാരമുള്ള വിവാഹമുണ്ട്. തലാഖി തൗഹീദ് എന്ന സ്ത്രീ നടത്തുന്ന മൊഴിചൊല്ലലുണ്ട്, പുരുഷൻ നടത്തുന്ന വിവാഹമുണ്ട്. ഇങ്ങനെ ഒട്ടേറെ വകുപ്പുകളും അതിന്റെ ഉപവകുപ്പുകളുമായി ഒരു ഏകദാനമായ ഒരു സ്വഭാവവും മുസ്ലിം വിഭാഗത്തിനില്ല. ഇനി ആരെങ്കിലും നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരതിന് തെളിവ് കൊണ്ടുവരണം. 1939 ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് എന്ന് പറയുന്ന ആക്ട് വന്നതിന്റെ ഫലമായിട്ടാണ് ഇസ്ലാമിലെ മോചന സാഹചര്യങ്ങളെ കുറിച്ച്, ഇസ്ലാം വിവാഹ മോചനത്തെ കുറിച്ചുള്ള പ്രശ്നം വന്നത്. ഇവിടെ വരുമ്പോഴാണ് നമ്മളൊരു വലിയ തർക്കത്തിലേക്ക് വരുന്നത്. അതായത് തലാഖ്, മുത്തലാഖ്. ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്ന കൂടെ അതാണ്. നമ്മൾ ഏക സിവിൽ നിയമത്തെ കുറിച്ച് പറയുന്ന ഉടനെ ഏക സിവിൽ നിയമം എന്നുള്ള ചർച്ച മാറ്റിയിട്ട് അത് മുത്തലാഖിന്റെ ചർച്ചയാക്കി മാറ്റുകയാണ് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുത്തി തന്നെ പറയും. കാരണം ആരും ഇവിടെ ഏക സിവിൽ നിയമം വേണമെന്ന് ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളില്ല. തലാഖ് എന്ന് പറയുന്നത് മുസ്ലിം നിയമം അനുസരിച്ചിട്ട് 3 പ്രാവശ്യം നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് അതിനാണ് തലാഖ് എന്ന് പറയുന്നത്. തലാഖ് 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 എന്ന് പറയണം. പക്ഷെ ഇത് എങ്ങനെ പറയണമെന്നാണ്? ഒരു ദിവസം തലാഖ് പറഞ്ഞാൽ ആ തലാഖിന് ശേഷം 28 ദിവസം ഇവൻ വെയിറ്റ് ചെയ്യണം. എന്തിനു വെയിറ്റ് ചെയ്യണം? ഈ 28 ദിവസത്തിനുള്ളിൽ, 23 ദിവസത്തിന് പ്രത്യേകം അറിയാമല്ലോ, ഒരു മെൻസ്ട്രുവൽ പീരീഡാണ്, ഒരു മെൻസസ് പീരീഡാണ്. ആ മെൻസസ് പീരീഡിനിടയിൽ ഇവർ ഗർഭിണിയാണോ ഇല്ലയോ എന്ന് അറിയണം. ഒന്ന്. രണ്ടാമത് അതിനിടയിൽ ഇവർ തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ തലാഖിന് അവകാശമില്ല. അങ്ങനെ ഇല്ലെങ്കിൽ ഈ 28 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ തലാഖ് ചൊല്ലാം. വീണ്ടും ഒരു 28 ദിവസം എടുത്തിട്ട് മുമ്പേ പറഞ്ഞ കണ്ടീഷൻ എല്ലാം നടപ്പിലാക്കുന്ന, അല്ലെങ്കിൽ അതിനകത്ത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും 3-ാം മാസമാണ് 3ാമത്തെ തലാഖ് കൊല്ലേണ്ടത്. അല്ലാതെ ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ എന്താ പറയുക ഇമെയിലിൽ കൂടെയോ വാട്സപ്പിൽ കൂടെയോ തലാഖ് ചൊല്ലിയാൽ തലാഖ് ആകില്ല എന്നാണ് മുസ്ലിം നിയമം. പക്ഷെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇമെയിൽ വഴിയൊക്കെ ഇങ്ങനെ പ്രവഹിക്കുകയാണ് നിയമം. തലാഖ് 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 നിയമം സ്വപ്നത്തിൽ കിടന്ന് പറഞ്ഞാലും ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞാലും തലാഖാണെന്നാണ് പറയുന്നത്. അങ്ങനെ ലോകത്തിലെ, ഇന്ത്യയിലെ, കേരളത്തിൽ ഇതുമാത്രം മുസ്ലിം സ്ത്രീകളാണ് വളരെ ചെറുപ്പത്തിലെ തന്നെ ഭീകരമായ വൈദവ്യത്തിനും ഒക്കെ ഇടപെടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ നമ്മുടെ കാന്തപുരമൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാല്, ഈ കാന്തപുരം പറയുന്നതിന് നമ്മൾ കേരളത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കാന്തപുരമൊക്കെ മുഖ്യമന്ത്രിയും അതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെയാണ് വേദിയിൽ ഇരുന്നുകൊണ്ടാണ് തെമ്മാടിത്തരം പറയാം. എന്താണ് പറഞ്ഞത്? മുസ്ലിങ്ങൾ 2-3 കെട്ടുന്നെങ്കിൽ അതൊന്ന് അവന്റെ ഭാര്യയ്ക്ക് മെൻസസ് ആയിരിക്കുന്ന സമയത്ത് അവന്റെ ആവശ്യം നടക്കണമെങ്കിൽ പിന്നെ എന്താ എന്ന് 19 വയസ്സായ ഒരു കിളവൻ കയറി എന്നോട് പറയുകയാണ്. അതിനാ ഞങ്ങൾ തലാഖ് വെച്ച് ബഹുഭാര്യാത്തം വെച്ചിരിക്കുന്നതെന്ന്. ഇത് പറയുമ്പോൾ ഇയാൾ മതപണ്ഡിതനാണ്, ബഹുമാന്യനാണെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ അവിടെ വന്നിട്ടൊന്ന് കൂകാൻ, ഒന്ന് ചുമയ്ക്കാൻ, എന്തോന്നാ പറയുന്നത് ചോദിക്കാൻ. ഇതൊരു ജനാധിപത്യ രാജ്യത്താണോ ഇത് പറയുന്നത് വെച്ചാൽ ഈ രാജ്യത്തെ ജനകോടികൾ മുഴുവൻ ഭാര്യയുടെ മെൻസസ് സമയത്ത് വേറെ കണ്ടിട്ട് പോകുന്നവരാണ്. ഇത് പറയുന്ന ഒരു 19 വയസ്സായ മനുഷ്യൻ ഒരു സാമാന്യ ബോധത്തിന്റെ, മാനുഷിക ബോധത്തിന്റെ ഒരു അംശം അയാളിലുണ്ട് പറയുമോ? പക്ഷെ ആരെങ്കിലും കാന്തപുരത്തെ ചോദ്യം ചെയ്യുമോ? വിവരം അറിയും അല്ലേ? കാരണം അയാൾ ഇടതുപക്ഷക്കാരനാണ് നമ്മുടെ ചില ആളുകൾ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ഇത്തരം ആളുകളാണ് പറയുന്നത് തലാഖ് ചൊല്ലിയാല് അതിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ ജനാധിപത്യത്തിനോ ഇന്ത്യൻ കോടതിക്കോ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പാടില്ല വന്ന എന്റെ അനുഭവം നമുക്കറിയാം. വിവാഹമോചനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലേഷ്യ, തുർക്കി, അൾജീരിയ, ജോർദാന്, സിറിയ, ഇറാന്, ഇറാഖ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ തുടങ്ങി 10-ലേറെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ തലാഖ് നിരോധിച്ചിട്ടുണ്ട്. മുസ്ലിം രാഷ്ട്രങ്ങളിൽ ശരീഅത്ത് നിയമം ഇരിക്കുന്ന 10-12 മുസ്ലിം രാജ്യങ്ങളിൽ
മുത്തലാഖ് ചൊല്ലി വിവാഹമോചനം നടത്താൻ നിയമമില്ല. പിന്നെ ഇന്ത്യ വേണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇത് ചോദിക്കാൻ ഇവിടെ രാഷ്ട്രീയക്കാരുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അവിടെ കുടുംബ കോടതിയിൽ കേസ് കൊടുത്ത് ഉഭയസമ്മതപ്രകാരം അല്ലെങ്കിൽ കേസ് നടപ്പിലാക്കി ജഡ്ജിയാണ് തീരുമാനിക്കേണ്ടത് ആര് വിവാഹമോചനം ചെയ്യണമെന്ന്. പക്ഷെ പ്രബുദ്ധ കേരളത്തിൽ, ഇടത് കേരളത്തിൽ, ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിലിരുന്ന് ഒരു സമുദായം പറയുന്നു, ഒരു സമൂഹം പറയുന്നു, ഞങ്ങൾക്ക് തോന്നുമ്പോൾ മൊഴി ചൊല്ലും, അത് ഞങ്ങളുടെ മതമായ അവകാശമാണ്, അത് ചോദിക്കാനുള്ള ഒരുത്തനും ഇല്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ചോദിക്കുമെന്ന് പറയാനുള്ള ഏതെങ്കിലും സ്ത്രീ സംഘടനകൾ, വിപ്ലവ സ്ത്രീ സംഘടന ഉണ്ടല്ലോ ഇവിടെ, ഒത്തിരി വിമോചനക്കാരും ഒക്കെ ഉണ്ടല്ലോ, ഒരാളെങ്കിലും ഇതിന്റെ വസ്തുത എന്താണെന്ന് പഠിച്ചിട്ട് അതേക്കുറിച്ച് പറയാൻ തയ്യാറായിട്ടുണ്ടോ? അതുകൊണ്ട് അത് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം അതാണ്. ഇത് ഇവരുടെ വിവാഹമോചനം മാത്രമല്ല, മുഴുവൻ വിവാഹങ്ങളും മോചനം കുടുംബ കോടതി വഴി ആകാം. അതാ നിയമം, അതാണ് ഏക സിവിൽ കോഡ് പ്രത്യേകത. അത് ഹിന്ദുവിന്റെ ആയാലും കൊള്ളാം, മുസ്ലിമിന്റെ ആയാലും, പാഴ്സിയുടെ ആയാലും കൊള്ളാം, ആരുടെ ആയാലും കൊള്ളാം, വിവാഹമോചനം നടക്കേണ്ടത് സ്ത്രീയുടെ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്. അതിൽ പിന്നെ എന്തോ സ്ത്രീ പുരുഷ സമത്വം, അതാ ഞാൻ ആദ്യം പറഞ്ഞ നിയമം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ്? നീതി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള പ്രശ്നം പറഞ്ഞതാണ്. ആ നീതിയും നിയമവും ഇതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഞാൻ ചോദിക്കും, ഇതാണ് വിവാഹത്തെ സംബന്ധിച്ച്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അവിടെ സമയ പരിമിതി കൊണ്ട്. മറ്റൊന്ന് അവരുടെ ജീവനാംശത്തെ സംബന്ധിച്ചാണ്. ഇപ്പം ഷാബാനുബീഗം കേസ് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷാബാനുബീഗം എന്ന് പറയുന്ന 19 വയസ്സുള്ള ഒരു വൃദ്ധ അഹമ്മദാബാദ് കോടതിയിൽ 1985 കൊടുത്തൊരു കേസാണ്. എന്താണ്? എന്റെ ഭർത്താവ് എന്നെ മൊഴി ചൊല്ലി എനിക്ക് ജീവനാംശം തരണം, എനിക്ക് ജീവിക്കാനുള്ള കാശ് തരണം. ഗുജറാത്ത് അഹമ്മദാബാദ് കോടതി അവർക്ക് കൊടുത്ത എത്ര രൂപ? 225 രൂപ. 225 രൂപ ഒരു സ്ത്രീക്ക് കിട്ടിയാൽ അവർക്ക് എന്താകാനാണ്? മരുന്ന് മേടിക്കാനുള്ള കാശാകുമായിരിക്കും. അത് ഒരുപക്ഷെ അവരുടെ ഭർത്താവായ അഹമ്മദ് ഖാൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ അഹമ്മദ് ഖാനോ ഷാബാനുബീഗത്തിനോ അല്ല പ്രശ്നം ഉണ്ടായത് ആർക്കാണ്? ഡൽഹിയിരുന്നോ തടിയമ്പിള്ള. ആര്? ഡൽഹി ഇമാം പറഞ്ഞു ഇത് മുസ്ലിങ്ങൾക്കെതിരാണ്. ആര് മുസ്ലിങ്ങൾക്കെതിരാണ്? ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരാണ്. എന്താ പ്രശ്നം ഉണ്ടായത് നിങ്ങളെല്ലാം അറിയാം. 80കളിലെ കേരളം അടക്കം തെരുവോരങ്ങളിൽ കത്തിയെരിഞ്ഞു. എന്താ? ശരീഅത്തിനെതിരെ അല്ലേ? ശരീഅത്തിന് നമ്പൂരിയം കിട്ടും, പിന്നെ നമ്പൂരിയുടെ മോളെയും കെട്ടും, ബെബ്രവത്തെയും കെട്ടും ഇവിടെ മുദ്രാക്കം വിളിച്ചിടുന്ന ആളുകൾ ഇല്ല. നിങ്ങളൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരുന്നവരാണ് ആ സമയത്ത്. എന്തായിരുന്നു ഇതിന്റെ അനന്തരഫലം? മറ്റൊന്നുമല്ല, ബാബറി മസ്ജിദ് താക്കോലെടുത്ത് രാജീവ് ഗാന്ധി ഹിന്ദു ഭീകരണകാരിക്ക് കൊടുത്തു. ഹിന്ദു തീവ്രവാദം അതുവരെ ഉറങ്ങിക്കിടന്ന ഒരു സിംഹമായിരുന്നെങ്കിൽ ഈ ശരീഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജീവ് ഗാന്ധി കാണിച്ച കൊള്ളരുതായ്മയുടെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഹിന്ദു ഫാസിസം സടകുടഞ്ഞേക്കുന്നത്. ബാബറി മസ്ജിദ് പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തോന്നുന്നില്ല. പിന്നീടാണ് ഇന്ത്യയിൽ കൊലപാതക പരമ്പരകൾ നടക്കുന്നത്. 47 ശേഷം 47 ശേഷമുള്ള കൊലപാതക പരമ്പരകൾ, പിന്നെ പഞ്ചാബിൽ നടന്ന വർഗീയ കലാപങ്ങള്, പിന്നീട് 92 കലാപം, ബാബറി മസ്ജിദ് കലാപങ്ങള്, പിന്നെ 93 ഗുജറാത്ത് കലാപങ്ങള്, ഇതിനെല്ലാം വഴിവെച്ചു കൊടുത്ത യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവമായിരുന്നു. എന്നിട്ട് ആരെന്തേലും മിണ്ടിയോ കാര്യത്തെ കുറിച്ച്? ഇത് ഇസ്ലാമിന്റെ ഒരു പ്രശ്നമല്ലത്, ഇസ്ലാമിലെ തീവ്രവാദികളുടെ മാത്രം പ്രശ്നമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ എത്ര ഇസ്ലാമിക 2 കല്യാണം കഴിക്കുന്നവരുണ്ട്? വളരെ വിരലെണ്ണാൻ 5-10 പേര് കാണും. അല്ലെ ലോകത്തിലെ മുഴുവൻ, ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാമുകൾ, എനിക്കൊരു കാര്യമുണ്ട്, ഇത് ഇസ്ലാമിനെതിരായിട്ടുള്ള പ്രശ്നമല്ല. ഇന്ത്യയിലെ മൊത്തം ഇസ്ലാമുകളിൽ 90% ഇസ്ലാമുകൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ചേരികൾ കിടക്കുന്നവരാണ്. 10% മാത്രം സാധാരണക്കാർ. അതിലെ വളരെ ഒരു ന്യൂനപക്ഷം മാത്രമാണ് 1, 2, 3 കല്യാണം കഴിക്കുന്നത്. അവർക്ക് വേണ്ടി എന്തിനാണ് ഇസ്ലാമിക സമുദായത്തെ മുഴുവൻ കൊണ്ടിരുന്നത്? അവരുടെ പേര് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത്ര ഒരു നിയമത്തെ കൊണ്ടിരുന്നത്? അങ്ങനെ ബാബറി മസ്ജിദ് പ്രശ്നമുണ്ടാക്കി ഹൈന്ദവ ഫാസിസത്തിന് വിളയാടാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തത് ഇതാണ്. ഇനിയും ഈ നിയമം അനുസരിച്ചിട്ട് എന്താ പിന്തുടർച്ചാവകാശം? അതിന്റെ കണക്ക് പറയണമെങ്കിൽ തന്നെ പാടാണ്. കാരണം ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് സ്വത്തിന്മേൽ കാര്യമായ അവകാശമില്ല. അപ്പം നമുക്കറിയാം, NM യൂസഫലിക്ക് 3 പെൺപിള്ളേരുണ്ട്. NM യൂസഫലിയുടെ സ്വത്ത് എത്ര കോടിയാണെന്നോ എത്ര കോടാനുകോടിയാണെന്നോ കണക്കില്ല. പക്ഷേ 3 പെൺപിള്ളേർക്ക് കൂടെ കിട്ടുന്ന എത്രയാണെന്നറിയാവോ? ഒരു ആൺകുട്ടിക്ക് കിട്ടുന്നതിന്റെ പകുതി. അയാളുടെ സ്വത്ത് മുഴുവൻ കിട്ടാൻ പോകുന്ന ആർക്കാണ്? അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തിന്റെ 2/3 ഭാഗം പുള്ളിയുടെ സഹോദരങ്ങൾക്ക് പോകും. ഇതെന്ത് നിയമമാണ്? ഞാൻ എൻ്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കേണ്ട സ്വത്ത്, ഞാനൊരു നീതിമാനായ അച്ഛനാണെങ്കിൽ എൻ്റെ കൊച്ചാണോ പെണ്ണ് എന്തോ ആയിക്കോട്ടെ, അവർക്ക് തുല്യമായ വിധം കൊടുക്കുന്നതാണല്ലോ ന്യായം, അതാണല്ലോ നീതി. പക്ഷേ മുസ്ലിം നിയമം അനുസരിച്ചിട്ട് അങ്ങനെ ഇല്ല. ഒരു സ്ത്രീക്ക് കിട്ടുന്നത്, ഒരു പുരുഷന് കിട്ടുന്നതിന്റെ പകുതി സ്വത്തിന്റെ അവകാശം മാത്രമേ ആർക്കുള്ളൂ? ഒരു സ്ത്രീക്കുള്ളൂ എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് പോലും കിട്ടില്ല. അങ്ങനെ 1/3 മാത്രമാണ് ഭാര്യ കിട്ടുന്നത്. ഈ 1-ലേറെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എല്ലാം കൂടെ കിട്ടുന്നത് 1/3 സ്വത്താണ്. 2 സ്വത്തുക്കൾ എന്ന് പറയുന്നത്
മറ്റുള്ളവർ സഹോദരങ്ങൾക്ക് പോകും. കുട്ടികളില്ലെങ്കിലും അമ്മയ്ക്ക് ഭാര്യയ്ക്ക് കിട്ടുന്നത് 1/3 സ്വത്താണ്, 1/2 പോകും. ഇങ്ങനെയുള്ള ഒരു നിയമം ഇതേത് രാജ്യത്തെ നിയമമാണ്? ഏത് പിന്തുടർച്ചാവകാശ നിയമമാണ്? ഇത് തെറ്റായ കീഴ്വഴക്കമാണ്. അച്ഛന്റെ സ്വത്തിന്മേൽ അമ്മയുടെ സ്വത്തിന്മേല് ഭാര്യയ്ക്കല്ല ഭർത്താവിന് അല്ല മക്കൾക്ക് തുല്യാവകാശമാണ് ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഖുർആൻ വിരുദ്ധമാണ്, അത് ഇസ്ലാം വിരുദ്ധമാണ്, അത് സിവിൽ കോഡ് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഏത് സാമൂഹ്യ ബോധത്തിന്റെ സാമാന്യ ബുദ്ധിയുടെ പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത് ആലോചിക്കേണ്ടത്. ഇതൊക്കെ പറയാൻ ആർക്കാണ് പറ്റുക? ഇതിനകത്ത് എന്തു മതമായിരിക്കുന്നത്? ഇതിൽ വിശ്വാസമായിട്ട് എന്താ ബന്ധമായിരിക്കുന്നത്? സിവിൽ കോഡ് നിയമമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് കല്യാണം കഴിക്കുന്നതിനോ ചടങ്ങ് വെച്ച് കല്യാണം കഴിക്കുന്നതിനോ ചടങ്ങനുസരിച്ച് ജീവിക്കുന്നതിനോ പൂജകൾ നടത്തുന്നതിനോ വ്രതം നോക്കുന്നതിനോ അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന ഒന്നും ഏക സിവിൽ കോഡിനെതിരല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇതിനകത്തില്ല. ഏക സിവിൽ കോഡ് എന്നാൽ ഹജ്ജിന് പോകാൻ മേലാഴികയില്ല, ക്ഷേത്രത്തിൽ പോകാൻ മേലാഴികയില്ല, അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാൻ മേലാഴികയില്ല. പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ, നിങ്ങൾ എവിടെ കല്യാണം കഴിച്ചാലും നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യണം. അതാണ് അതാ സിവിൽ കോഡ് പറയുന്നത്. അല്ല, നിങ്ങൾ ഇതെല്ലാം മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങളെ മതത്തെ കൊണ്ട് അറബിക്കടലിൽ തള്ളാൻ വേണ്ടിയാണ് ഇതിങ്ങനെ വരുന്നത് എന്നുള്ള കാര്യം. ഇനിയും ക്രിസ്ത്യാനിയുടെ കാര്യം വരുമ്പോഴോ, ക്രിസ്ത്യാനികളുടെ നിയമം ഏകദാനമാണോ? ഒരിക്കലും അല്ല. എന്ന് മാത്രമല്ല, ഇസ്ലാമിക തീവ്രവാദികളെക്കാൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇന്ന് ക്രൈസ്തവ സഭയിൽ നിന്നാണ്. ഇനി ഞാൻ പറയുമ്പോൾ എന്നെ തല്ലാതി പലരും വന്നു വരും. എനിക്ക് ബാധകമുള്ള കാര്യം, കാരണം ഇന്ന് ഇസ്ലാമി തീവ്രവാദികളോ ഹിന്ദുത്വ തീവ്രവാദികളോ ഇന്ത്യക്കുള്ളിൽ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇന്ത്യയിലെ കത്തോലിക്ക സഭ ഇന്ത്യക്കുള്ളിൽ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ കത്തോലിക്ക സഭയുടെ സ്വത്തിന്റെ അവകാശി ആരാണ്? ഇന്ന് കേരളത്തിലെ സ്വത്തിന്റെ കണക്കെടുത്താൽ കേരളത്തിലെ സ്വത്തിന്റെ പകുതിയും കത്തോലിക്ക സഭയുടെ കയ്യിലാണ്. ഈ സ്വത്തിന്റെ അവകാശി ആരാണ്? ഇന്ത്യ ഗവൺമെന്റ് ആണോ? കേരള ഗവൺമെന്റ് ആണോ? അല്ല, വത്തിക്കാനാണ്. വത്തിക്കാന്റെ കാനോൻ 1012 അനുസരിച്ച് കത്തോലിക്ക സഭ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനം, ഏറ്റവും വലിയ സാമ്രാജ്യത്വ ഉപകരണമായ കത്തോലിക്ക പ്രസ്ഥാനം, ലോകത്തിലെ ആഗോളവൽക്കരണത്തിന്റെ അപ്പോസ്തോലന്മാരായ കത്തോലിക്ക സഭയാണ് കേരളത്തിലെ ഈ ആലപ്പുഴയിൽ ഈ കത്തോലിക്ക സഭയുടെ കെട്ടിടത്തിന്റെയും പള്ളിക്കൂടത്തിന്റെയും കോളേജിന്റെയും ഉടമസ്ഥൻ. എന്നിട്ട് ആർക്കെങ്കിലും വിഷമമുണ്ടോ ഇവിടെ ഇതുവരെ? ഏതെങ്കിലും MP ക്കോ MLA ക്കോ ആർക്കെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരെല്ലാം സ്റ്റേജിൽ കയറി പ്രശ്നം കത്തോലിക്ക സഭയാണ് ഇവിടെ എന്ത് കൊണ്ടുവന്നത്? സുവിശയുടെ കള്ളുക്കുടം കൊണ്ടുവന്നത്. അത് തന്നെ തെറ്റാ. മിഷണറി പാരമ്പര്യം കത്തോലിക്ക സഭയ്ക്ക് ഇല്ല. മിഷണറി എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് പാരമ്പര്യമാണ്. ഇവിടെ ഒരു കത്തോലിക്ക പാതിരിയും മിഷണറി ആയിട്ട് വന്നിട്ടില്ല. ഇതൊക്കെ ചുമ്മാ നുണ പറഞ്ഞ് ഒരു നുണ 1000 തവണ പറഞ്ഞ് നേരാക്കുന്ന കപട രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് കത്തോലിക്ക സഭ. ലോകത്തിൽ എന്നും മർദ്ദകന്റെ കൂടെ നിന്നിട്ടുള്ള, എന്നും കൊലപാതകത്തിന്റെ കൂടെ നിന്നിട്ടുള്ള ഒരു സഭയാണ്. ലോകത്തിൽ എവിടെയും അവർ ചെന്നിട്ടുണ്ടോ? ചെന്നിടത്തെല്ലാം സാമ്രാജ്യത്തെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കേരളത്തിൽ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അതേനെ. പക്ഷേ അത് വളരെ സൈലന്റ് ആണ്. അവർക്ക് ജീവകാരുണ്യത്തിന്റെയും ആതുര സേവനത്തിന്റെയും വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെയും ഒരു കവചമുണ്ട്, മുഖംമൂടിയുണ്ട് എന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നില്ല? ഇന്ത്യയിലെ ഞാൻ പറഞ്ഞ വിശദാംശങ്ങളെ ഞാൻ പോകുന്നില്ല. അവർക്കിടയിലും ഈ പറയുന്ന യാതൊരു നിയമ ഏകദാനതയും ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഭരിക്കാൻ വേണ്ടി ഇവിടെ ദേവസ്വം ബോർഡുണ്ട്. ഒന്നല്ല, പല ദേവസ്വം ബോർഡുണ്ട്. മുസ്ലിങ്ങളുടെ സ്വത്തിന്മേൽ കയറി വഖഫ് ബോർഡുണ്ട്. ക്രിസ്ത്യാനിയുടെ സ്വത്ത് ഭരിക്കാൻ ആരവിടെ ഉള്ളത്? BR കൃഷ്ണയ്യര് ചെയർമാനായിട്ടുള്ള റിഫോംസ് കമ്മിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് കമ്മിറ്റി, അദ്ദേഹം മരിക്കൽ തൊട്ട് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് കാലഘട്ടത്തിൽ വെച്ച ഭരണപരിഷ്കാര നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ചർച്ച് ആക്ട് നടപ്പിലാക്കണമെന്ന്. ചർച്ച് ആക്ട് എന്താണ്? ഈ കേരളത്തിലെ മുഴുവൻ സ്ഥലം ഇന്ത്യയിലെ മൊത്തം സ്വത്തുക്കൾ, ചർച്ചിന്റെ സഭയുടെ സ്വത്തുക്കൾ ദേവസ്വം ബോർഡ് പോലെ ഒരു ബോർഡിന് കീഴിൽ കൊണ്ടുവരണം. ആരും കേട്ടോ? അത് കൃഷ്ണയ്യര് മരിച്ചുപോയി. ആ സാധനം എവിടെയോ നിയമസഭയുടെ ഏതെങ്കിലും ചവറ്റുകൊട്ടയ്ക്കകത്ത് കാണും. മനസ്സിലായി പറഞ്ഞത്? ഇന്ന് കേരളത്തിൽ കത്തോലിക്ക സഭയ്ക്കുള്ളിലെ പുരോഹിതന്മാരായിട്ടുള്ള ആളുകളും പുരോഹിത പണി ഉപേക്ഷിച്ച മാണിയച്ചനെ പോലുള്ള ആളുകളുമൊക്കെ KCR പോലെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അവർ കേരളത്തിൽ നിന്ന് സമരം ചെയ്യുന്നുണ്ട് എന്ത് ചർച്ച ആക്ട് കൊണ്ടുവരണമെന്ന്. അപ്പൊ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നിന്ന് പോലും ഈ ആവശ്യം ഉണ്ടായിട്ട് പോലും കേരളത്തിൽ ആരും അറിഞ്ഞിട്ടില്ല. കേരളത്തിൽ അതിന് നിയമമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ സിവിൽ നിയമങ്ങളിൽ യാതൊരു ഏകദാനതയും ഇല്ല. സ്ത്രീക്ക് സ്വത്തവകാശം ഉണ്ടോ കത്തോലിക്ക സഭയിൽ? സ്ത്രീക്ക് സ്വത്തവകാശം ഉണ്ടോ ക്രിസ്ത്യൻ സഭയില്? 1900 അല്ലെങ്കിൽ 80കളില് മേരി റോയ് കേസ് കൊടുക്കുന്നത് വരെ 5000 രൂപ സ്ത്രീധനം കൊടുക്കുന്ന പെണ്ണിന് ആരുടെ സ്വത്തിൽ അവകാശമില്ല? ക്രിസ്ത്യാനിയുടെ സ്വത്തിൽ അവകാശമുണ്ടോ? അവകാശമില്ല. ഇപ്പോഴുണ്ടോ? സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ചു വിടുന്ന ഏത് പെണ്ണിനാണ് വിടുംബ സ്വത്ത് വീതം വെക്കുന്ന ആരും ക്രിസ്ത്യാനികളുണ്ടോ ഇപ്പൊ ഇവിടെ കേരളത്തില്, ഇന്ത്യയില്?
ഇല്ല. കാരണം അവളെ മൊഴിചൊല്ലി, കാരണം സ്ത്രീധനം കൊടുത്തു പോയ സ്ത്രീധന നിയമവിരുദ്ധമാണ്. സ്ത്രീധനം കൊടുത്താൽ പിന്നെ അവർക്ക് സ്വത്തിന്മേൽ അവകാശമൊന്നുമില്ല. പിന്നെ വേദം ചോദിച്ചു വന്ന ആങ്ങളമാരുടെ സ്വഭാവം മാറും. അങ്ങനെ ക്രിസ്ത്യാനിക്കടയിലുണ്ടോ നിയമം? ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ സക്സഷൻ ആക്ട് പാസ്സാക്കിയിട്ടും തിരുക്കൊച്ചിയിലെ ക്രിസ്ത്യാനികൾക്ക് അത് ബാധകമല്ല എന്ന് പറയുകയും പിന്നീട് അവസാനം മേരി റോയിയെ പോലെ, അറിയാവുന്ന അരുന്ധതി റോയിയുടെ അമ്മ മേരി റോയി ഒരു കേസ് സുപ്രീം കോടതി വരെ നടത്തിയപ്പോഴാണ് പറഞ്ഞത് 51 ശേഷമുള്ള പിന്തുടർച്ച പ്രശ്നങ്ങൾ പരിശോധിക്കണം. പരിശോധിച്ചോ? ഇതുവരെ എവിടെയെങ്കിലും പരിശോധിച്ച് അങ്ങനെ ആർക്കും കിട്ടിയിട്ടുണ്ടോ? എവറാ സാറേ, കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ആർക്കെങ്കിലും? ഒരുത്തർക്ക് കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്രിസ്ത്യാനികൾക്കിടയിൽ പോലും ഇങ്ങനെ ഒരു ഏകദാനമായ ഒരു സ്വത്തവകാശ നിയമം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെ, ഫലപ്രദമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ സക്സഷൻ ആക്ട്, ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങളും ബാധകമാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇപ്പോഴും സിവിൽ നിയമത്തിന്റെ കാര്യത്തിൽ ഓരോ മതവും അതിന്റെ ഇഷ്ടമനുസരിച്ച് അവരുടെ സൗകര്യമനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് തൽക്കാലം പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് നിലവിലിരിക്കുന്ന എല്ലാ മത നിയമങ്ങളും വ്യക്തി നിയമങ്ങളും പുരുഷാധിപത്യ നിയമങ്ങൾ മാത്രമാണ്. സ്ത്രീ എന്ന് പറയുന്നത് മതത്തിൽ ഒരു വ്യക്തിയേ അല്ല. സ്ത്രീക്ക് എത്ര സ്ത്രീകൾ പള്ളിയിൽ പോയാലും കൊള്ളാം, ആരൊക്കെ എന്തൊക്കെ മഹത്വം പറഞ്ഞാലും കൊള്ളാം, സ്ത്രീയെ ഒരു വ്യക്തിയായി ഒരു മതവും ഇന്നുവരെ അംഗീകരിച്ചിട്ടില്ല. അവൾ അടിമയാണ്, അവൾ പാപിയാണ്. അല്ലെ, എനിക്ക് തോന്നുന്നു സങ്കീർത്തനം 151 സങ്കീർത്തനാണെന്ന് തോന്നുന്നു. എന്താ എപ്പോഴും ചൊല്ലുന്ന സങ്കീർത്തനമാണല്ലോ, എൻ്റെ ഭാവിയായ അമ്മ അല്ല, എൻ്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു. ഇപ്പോഴും രാവിലെയും വൈകുന്നേരം പറയാം എൻ്റെ അമ്മ ഭാവിയാണ്. എന്നാൽ ഈ ഗർഭം പാപമാണ്, ഈ പണി അങ്ങ് നിർത്താൻ മേലെ ഇവർക്ക്. അതൊട്ട് നിർത്തത്തുമില്ല. അതാകുമ്പോ പറഞ്ഞ പോലെ ഇപ്പോഴും 12 പിള്ളേരെ 14 പിള്ളേരുടെ ആനിക്കുഴിക്കാട്ടില് അത് 80 കഴിഞ്ഞ സാധനമാണ്. അവിടെ ഇരുന്ന് പറയുക എന്താണ്, പെറുന്നവർക്ക് സമ്മാനം. ഇവനൊന്നും പറയുന്നതിൽ യാതൊരു നാണവുമില്ല. ഇതൊക്കെ അച്ചടിച്ച് വിടുന്നതിനകത്ത് യാതൊരു നാണവും ആർക്കുമില്ല. അതാ പറയുന്നത്. രസമൊക്കെ, ഒരു ജനാധിപത്യ പൗരസമൂഹത്തിൽ, ഒരു സിവിൽ സൊസൈറ്റിയിലാണ്, ഒരു സൈബർ യുഗത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ള ഒരു സാമാന്യ ബോധമുണ്ട്. 19 കഴിഞ്ഞ് ആനിക്കുഴിക്കാട്ടില് ഇടയിലേഖനം അടിച്ചിറങ്ങിയിരിക്കാൻ പ്രസംഗിക്കല്ല, അടിച്ചു വിട്ടിരിക്കുകയാണ്. പരമാവധി പിള്ളേരെ ഉണ്ടാക്കിക്കോ, ഞാൻ സമ്മാനം തരാം, അവാർഡ് തരാമെന്ന്. മനസ്സിലായി പറഞ്ഞത്? അത് പറയുമ്പോൾ പോലും ഈ സ്ത്രീയെ അമ്മ പാപിയാണ് എന്നും ഹവ്വ പാപിയാണ് എന്നും ഈ ഉണ്ടാകുന്ന പെണ്ണുങ്ങൾ മുഴുവൻ പാപികളാണെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണും ഇന്ന് വരെ അതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുക ആരും മിണ്ടിയിട്ടില്ല ഇന്ന് വരെ. അവരെ പാപം ഇങ്ങനെ ചേർക്കാം. പാപം ഉണ്ടെങ്കിലേ സഭ നിൽക്കത്തുള്ളൂ, പാപം ഉണ്ടെങ്കിലേ മതം നിൽക്കത്തുള്ളൂ, പാപം ഉണ്ടെങ്കിലേ പാപ പരിഹാരത്തിന് വള്ളി പോകത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പാപം നമ്മൾ വള്ളി പോകത്തോട്ടാ, നമ്മൾ പാപം ചെയ്യാത്തോട്ടാണ്. അപ്പൊ പാപം ചെയ്യുക എന്ന് പറയുന്നത് ആവശ്യമാണെന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ പാപം ഇങ്ങനെ നിരന്തരമായി നടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വിവിധ സ്ത്രീവിരുദ്ധ നിലപാടുകളില് ആ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ് ലോകത്തെമ്പാടും നവോത്ഥാന ശ്രമങ്ങൾ ഉണ്ടായതും. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനെ പോലെ, ഞാൻ ആദ്യം പറഞ്ഞതാണ്, സമത്വത്തിന്റെ പ്രശ്നമാണ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ നമുക്ക് ദിവസം എത്ര ആധാരം എഴുതുന്നുണ്ട്? എത്ര ആധാരങ്ങൾ ദിവസം, ഇപ്പം ആധാരം കുറവാണെങ്കിൽ പോലും എത്ര ആധാരം സ്ത്രീകളുടെ പേരിൽ എഴുതിയിട്ടുണ്ട്? നിങ്ങൾ ആരെങ്കിലും ഇവിടെ സ്ത്രീകളുടെ ആരും പേര് ആധാരം ഉണ്ടോ? പക്ഷെ വീട്ടിലെ പണി നമ്മൾ ചെയ്യാൻ, എല്ലാ കാര്യം ചെയ്യണം, പ്രസവം അടക്കമുള്ള എല്ലാ പണി നമ്മൾ ചെയ്യുന്ന. പക്ഷേ സ്വത്തിന്റെ കാര്യം വരുമ്പോൾ ആർക്കില്ല? പെണ്ണിന് ഒരു അവകാശമില്ല. അവള് 2ാം കിടയോ 3ാം കിടയാണ്. ഇത് പരിഹരിക്കാനാണ് ഏക സിവിൽ കോഡ് കൊണ്ടിരുന്നത്. ഇതിനൊക്കെ എതിരെയാണ് ഏക സിവിൽ കോഡ് വരുന്നത്. സ്ത്രീക്കും സ്വത്തിന്മേൽ അവകാശമുണ്ട്. ഇനി അവിവാഹിതരായ അമ്മമാരിപ്പം നമ്മുടെ ആദിവാസി വിഭാഗങ്ങളിലാണ് അവിവാഹിതരായ അമ്മമാരുടെ പ്രശ്നങ്ങളുണ്ട്, മിശ്രവിവാഹിതരുടെ പ്രശ്നങ്ങളുണ്ട്. ഇവരൊക്കെ ഇന്ന് സാമൂഹിക ജീവിതത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, എല്ലാ നിയമങ്ങൾക്കും പുറത്തു നിൽക്കുന്നവരാണ്. അത്തരം ആളുകളെ എല്ലാം കൂടി അവരുടെ എല്ലാ അവകാശങ്ങൾ, സ്വത്തിന്റെ കാര്യത്തിലെ, വിവാഹത്തിന്റെ കാര്യത്തിൽ, വിവാഹമോചനത്തിന്റെ കാര്യത്തിൽ അവർ ഒരുമിച്ച് വരണമെന്നുള്ളതാണ് ഏകീകൃത സിവിൽ കോഡിന്റെ പ്രശ്നം. അതുകൊണ്ട് മതനിയമങ്ങളല്ല വേണ്ടത്, മനുഷ്യ നിയമങ്ങളാണ്, സിവിൽ നിയമങ്ങളാണ് വേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളുണ്ട്. മതപരമായ കാര്യങ്ങൾ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. വിശ്വാസം നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. വിശ്വാസം വീട്ടിലടക്കി നിർത്തേണ്ടതാണ്, വിശ്വാസം ദേവാലയത്തിനുള്ളിൽ നിർത്തേണ്ടതാണ്, വിശ്വാസം പൊതുവഴിയിൽ മനുഷ്യനെ ഉപദ്രവിക്കാനുള്ളതല്ല. പക്ഷെ ഇപ്പം നമുക്കറിയാം, വിശ്വാസം സകലമോനദ്രോഹങ്ങളും ചെയ്തുകൊണ്ട്. പിന്നെ പറഞ്ഞാൽ 25(1) പറയുന്നത് സബ്ജക്ട് ടു 3 കണ്ടീഷൻസ് ആണ്. 3 കാര്യങ്ങളുണ്ട്. പൊതു സാമൂഹിക വ്യവസ്ഥയ്ക്കും പൊതു ധാർമ്മികതയ്ക്കും പൊതുജന ആരോഗ്യത്തിനും വിധേയമായി മാത്രമേ അത് ഉപയോഗിക്കാവുള്ളതാണ്. അതനുസരിച്ചാണ് ഇവിടെ വഴി വിലങ്ങിക്കൊണ്ട് ഉത്സവം നടത്തുന്നോ പെരുന്നാൾ നടത്തുന്നോ നിയമവിരുദ്ധമാണ്. മനുഷ്യ ശല്യപ്പെടുന്ന മൈക്ക് വെക്കുന്ന നിയമവിരുദ്ധമാണ്. കാരണം സബ്ജക്ട് ടു മൊറാലിറ്റി, പബ്ലിക് മൊറാലിറ്റി,
പബ്ലിക് സിസ്റ്റം ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ്. ഈ മൂന്ന് വിധേയമായി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മതവിശ്വാസം വെച്ച് പുലർത്താൻ അവകാശമുള്ളൂ. പക്ഷെ ഇതൊക്കെ ആരുടെ ചെവിയിൽ ആരോട് നമ്മൾ പറയുന്നത്? ഇന്നിപ്പോ വഴി ബന്ധിച്ചുകൊണ്ടാണ് പൊങ്കാല നടക്കുന്നത്, വഴി ബന്ധിച്ചുകൊണ്ടാണ് പെരുന്നാൾ നടക്കുന്നത്, സകല ദിവസങ്ങളിൽ റാസി ഉത്സവങ്ങളെല്ലാം പെരുവഴിയിലാണ് നടക്കുന്നത്. അപ്പൊ അത് നടത്തുമ്പോൾ പോലും നമുക്കറിയാം നമ്മളൊന്നും മതവിശ്വാസത്തിൽ പൂർണ്ണമായി നിൽക്കുന്ന ആളുകളൊന്നുമല്ല. ആണോ? ദൈവങ്ങളുടെ പടമൊക്കെ നിങ്ങളുടെ എല്ലാ വീട്ടിലുണ്ട്, കലണ്ടറുണ്ട്. ദൈവങ്ങളെല്ലാം ഇങ്ങനെ സാരിയൊക്കെ വാരി ചുറ്റി സ്വർണ്ണമാലയൊക്കെ ഇട്ട് കിരീടം ഒക്കെ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും തന്റെ ദൈവം അങ്ങനെ നടക്കുന്നു പറഞ്ഞ് ഈ വേഷത്തിൽ നടക്കാറുണ്ടോ? ഈ കാലത്ത് നടക്കത്തില്ല. കാരണം നടക്കത്തില്ലാത്തത് നമുക്കറിയാം, അത് അപഹാസ്യമാണെന്നറിയാം, അത് മോശമാണ്, അല്ലേ? സാരിയൊക്കെ മടക്കി ഇങ്ങനെ താളത്താറ് ചുറ്റിക്കൊണ്ട് നടക്കാൻ ആരും ഇഷ്ടപ്പെടുള്ളൂ. കാരണം നമ്മൾ ജീവിക്കുന്നത് വേറെ യുഗത്തിലാണ്, അല്ലേ? ഈ ഒട്ടകത്തിന് പുറത്ത് നടക്കാൻ. ഇപ്പം ഞാൻ ചോദിച്ചു, മതവിശ്വാസം ശരീരത്തനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിക്കാൻ അവകാശം, ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അവർക്ക് എന്താ അവകാശം, മൈക്ക് ഉപയോഗിക്കാൻ എന്താ അവകാശം? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ മൈക്ക് ഉപയോഗിച്ചോളൂ, ലാപ്ടോപ്പ് മൊബൈൽ ഉപയോഗിച്ചോളാം പറഞ്ഞിട്ടുണ്ടോ? അല്ല കാറൊക്കെ കയറി നടക്കാം, വിമാനത്തിൽ കയറി സഞ്ചരിക്കാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ടില്ല. ഈ എന്റെ മൂത്ത മകള് ഗർഭിണിയായത് പായസം കുടിച്ചാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും സമ്മതിക്കുമോ? ഏത് വിശ്വാസം സമ്മതിക്കുമോ? അല്ല പരിശുദ്ധാത്മാവാണ് കൊച്ചിന് ഗർഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും സമ്മതിക്കുമോ? ആരും ഇത്ര കടുത്ത വിശ്വാസം സമ്മതിക്കില്ല. കാരണം അതൊക്കെ കാലഹരണപ്പെട്ട വെറും വിശ്വാസങ്ങൾ മാത്രമാണ്. നമുക്കറിയാം, കാലഹരണപ്പെട്ട വിശ്വാസങ്ങൾ നമ്മൾ കളയുക. വ്യക്തിപരമായ വിശ്വാസങ്ങൾ നിങ്ങൾ ആരും വെച്ച് എല്ലാവരും നിരീശ്വരവാദി യുക്തിവാദി ഒന്നും ആകണ്ട. പക്ഷെ അത് പൊതുസമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വരരുത്. വിശ്വാസത്തിന്റെ പ്രശ്നം സ്വകാര്യമാക്കുകയും വ്യക്തികൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാനും അവർ തമ്മിലുള്ള ബന്ധത്തെ ഒരു സിവിൽ നിയമത്തിലെ ധാർമ്മികമായ പ്രശ്നമായി കൊണ്ടുവരിക എന്നുള്ളതാണ്. സിവിൽ നിയമം ധാർമ്മികതയുടെ പ്രശ്നമാണ്. എന്റെ മേല് നോവുമെങ്കിൽ നിന്റെയും മേലും എല്ലാവരുടെയും മേലുകൾ നോവും. നമ്മുടെ നിയമം എന്ന് പറയുന്നത് പൊതുവായ കാര്യങ്ങളാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കേണ്ടതാണ്. വിവാഹം എന്ന് പറയുന്നത്, വിവാഹമോചനം എന്ന് പറയുന്നതും സ്വത്തവകാശം എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകേണ്ടതാണ്. അങ്ങനെ ലഭ്യമാവുക എന്നതാണ് ഏകീകൃത സിവിൽ നിയമം എന്നുള്ള പ്രശ്നം. ഇസ്ലാമിക നിയമം അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിക നിയമമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക നിയമങ്ങളോ ഒരു രാജ്യത്തെ സാമൂഹ്യ ജീവിതത്തിന് അനുരോധമായ ഒരു കാര്യമല്ല. പിന്നെ ഇതിനെതിരായിട്ട് പറയുന്ന മറ്റ് ചില ഒന്ന് രണ്ട് വാദങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്ന്, ഇതിനെതിരെ പറയുന്നത് BJP-യുടെ ബില്ലാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് BJP കൊണ്ടുവരാനും പോകുന്നില്ല, BJP നടക്കാനും പോകുന്നില്ല. മാത്രമല്ല പാർലമെന്റ് ഒരു ബില്ല് ചുമ്മാതെ ആർക്ക് അവതരിപ്പിച്ച് പാസ്സാക്കിക്കൊണ്ട് പോരാൻ പറ്റത്തില്ല. 3 പ്രാവശ്യം അവതരിപ്പിക്കണം, ചർച്ച ചെയ്യണം, അത് നിയമം പൊതുചർച്ച വരണം, അത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോകണം, പിന്നെ രാജ്യസഭ വരണം, അവിടെ പാസ്സാക്കിയിട്ട് അവസാനം പ്രസിഡന്റ് ഇരിക്കെ പോകണം. ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് ഒരു നിയമം, ഒരു ബില്ല് നിയമമായിട്ട് ആക്റ്റായിട്ട് വരുന്നത്. അല്ലാതെ ഒരു ദിവസം ഇങ്ങനെ മോദി ഇപ്പം കാണിക്കുന്നത് പോലെ ഒരു ദിവസം ഒരു ഓർഡിനൻസ് ഒന്നും പ്രവഹിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരാത്ത ഒരു നിയമത്തെക്കുറിച്ച് അത് വേണ്ട എന്ന് പറയുന്നത് അത് BJP കൊണ്ടുവരുന്ന ഒരു ബില്ലാണെന്ന രീതിയിലുള്ള കാഴ്ചപ്പാട് തെറ്റാണ്. 2, ഏകീകൃത സിവിൽ നിയമത്തിന് സമയമായില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സമയമായില്ല പോലും. എന്തിനു സമയമായില്ല? 70 വർഷമായി സ്വാതന്ത്ര്യം. ഇനി എന്നാ സമയമാകുന്നത്? ഈ 7-ാം നൂറ്റാണ്ടിലോ അതിനു മുമ്പത്തെയോ നിയമങ്ങൾ ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ ഏത് നിയമമാണ് നമ്മളിപ്പോൾ? ഞാനിപ്പോൾ അതാ ചോദിച്ചത്. പഴയ കാലത്തെ കലണ്ടർ യുഗത്തിലായി ദൈവമായി നടക്കാൻ നമുക്കാർക്കും ഇഷ്ടമല്ല. ആ ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് നമ്മളാരും വിശ്വസിക്കത്തില്ല സ്വന്തം ജീവിതത്തില്. പക്ഷേ അങ്ങനെ സമയമായില്ല എന്ന് പറഞ്ഞാൽ നാം ജീവിക്കുന്നത് ഒരു പരിഷ്കൃതമായ സിവിൽ സമൂഹത്തിലാണോ, നമുക്ക് പോകേണ്ടത് മുന്നോട്ടാണോ പുറകോട്ടാണോ എന്നുള്ളതാണ് പ്രശ്നം. മറ്റൊന്ന്, വാദം ഒരു സമുദായത്തിൽ നിന്ന് തന്നെ അഭിപ്രായം പറയണമെന്നാണ്. ആര്? ഇസ്ലാം. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇസ്ലാമിനെ എതിരാണ്, അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് പറഞ്ഞതെന്നാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് ഇസ്ലാമിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത എല്ലാ സമരങ്ങളും എല്ലാ നിയമനിർമ്മാണവും തെറ്റാന്ന് പറയണം. കാരണം എന്താണ്? ജന്മിത്വം അവസാനിപ്പിച്ച് ജന്മികളോട് ചോദിച്ചിട്ടാണോ? ആലപ്പുഴയിലോട്ട് ഞാൻ ചോദിക്കുന്നത്. ജന്മിത്വം എല്ലാം അവസാനിപ്പിച്ചത് മുഴുവൻ ജന്മികളെ വിളിച്ചു കൂട്ടി ജന്മിത്വം അവസാനിപ്പിക്കാൻ പോവുകയാണ് നാളെ തൊട്ട് എന്ന് പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. സ്ത്രീധനം നിരോധിച്ചത് സ്ത്രീധനം കൊടുത്തവരെല്ലാം ചോദിച്ചിട്ടാണോ? വ്യഭിചാരം കുറ്റകരമാക്കിയത് വ്യഭിചാരികളെല്ലാം വിളിച്ചു ചോദിച്ചിട്ടാണോ? ഇതൊക്കെ ചുമ്മാ വാദത്തിന് വേണ്ടിയുള്ള വാദം എന്നല്ല. അല്ലാതെ സതി നിർത്തലാക്കുന്നത് സതി അനുഷ്ഠിക്കുന്നവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ടാണോ? അങ്ങനെ അയിത്തം നിയമവിരുദ്ധമാക്കിയത് അയിത്തം ആചരിക്കുന്നവരോട് ചോദിച്ചിട്ടൊന്നുമല്ല. ഒരു രാജ്യത്ത് നിയമം ഉണ്ടാകുന്നത് ആ രാജ്യത്തിന്റെ ജനാധിപത്യ ധാർമ്മിക വ്യവസ്ഥ വെച്ചിട്ട് ആ സിവിൽ സൊസൈറ്റിയിലെ ഒരു വ്യക്തി എന്ന നിലയിലാണ്. അതുകൊണ്ട് സമൂഹത്തിന് മുന്നോട്ട് പോയേ പറ്റൂ. നമുക്ക് മുന്നോട്ടുള്ള പുറകോട്ട് പോകാൻ കഴിയില്ല. നവോത്ഥാനം ഉണ്ടായത് നമ്മളൊക്കെ മനുഷ്യരാക്കാൻ വേണ്ടിയാണ്. മതഭീകരതയുടെ ആ കരാളകാലങ്ങളിൽ കൊലപാതകങ്ങളുടെ മതഭൂമിയിൽ നിന്നുകൊണ്ട് ചോര നദിയായി ഒഴുകിയ കാലങ്ങളിൽ നിന്നുകൊണ്ട് സത്യം മനുഷ്യനാണെന്ന് പറഞ്ഞ ഹ്യൂമാനിസത്തിന്റെയും അതിലുള്ള ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഒരു ചരിത്രം ലോകത്തിനുണ്ട്, ഇന്ത്യക്കുണ്ട്.
ആ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ഓരോ കാര്യങ്ങളെയും ആലോചിക്കേണ്ടത്. ഇന്ന് ഫാസിസം നമ്മുടെ അടുക്കളയിലെത്തി, നമ്മുടെ മുന്നിലെത്തി. അത് ഫാസിസം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക അല്ല, ഹൈന്ദവ ഫാസിസം മാത്രമല്ല, ഇസ്ലാമിക തീവ്രവാദവും ക്രൈസ്തവ തീവ്രവാദം, എന്തിന് ബൗദ്ധ തീവ്രവാദം. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൊന്നിരിക്കൊണ്ടിരിക്കുകയാണ് ആസാമിലെ ബുദ്ധമത തീവ്രവാദികൾ. അല്ല, ബുദ്ധമതവും തീവ്രവാദവും അല്ലാത്തൊന്നുമല്ല, ശ്രീലങ്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മതം സംഘടിതമായിട്ട് ഇവിടെ വന്നാലും മതം ഭീകരവാദമായിട്ടേ വരികയുള്ളൂ. അങ്ങനെ മതഭീകരവാദം നടക്കുമ്പോൾ നമ്മൾക്ക് പറയേണ്ടത് മനുഷ്യർ എന്ന രീതിയിലുള്ള നമ്മുടെ ഏകതയെ കുറിച്ചാണ്. ഈ യുക്തിവാദികൾ പറയുന്നത് കൊണ്ട് യുക്തിവാദികളല്ല, അവർ ദൈവമില്ലാടിയെ പറയുന്നത്, അതല്ല അതിന്റെ പ്രശ്നം. മറിച്ച് ഇത്തരം മതതീവ്രവാദങ്ങളോടും മതാധിപത്യ ശക്തികളോടും കണക്ക് തീർത്തുകൊണ്ടാണ് ലോകം നവോത്ഥാനത്തിലേക്ക്, പുതുയുഗത്തിലേക്ക്, മനുഷ്യത്വത്തിലേക്ക്, ജനാധിപത്യത്തിലേക്ക് കടന്നു വന്ന്, ആ ജനാധിപത്യത്തിലേക്ക് കടന്നു വന്ന സമൂഹത്തിൽ ആണ് സെക്യുലറിസം, മതനിരപേക്ഷത. മതനിരപേക്ഷത എവിടെ നിന്ന് നിങ്ങൾക്കറിയാമോ? 1618 മുതൽ 1648 വരെ നടന്ന 30 Years വാർ എന്ന് പറയുന്ന യുദ്ധത്തിനിടയിൽ നെതർലൻഡിലെ കത്തോലിക്കരും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകളും തമ്മിൽ നടത്തിയ 30 വർഷ യുദ്ധം. ആ 30 വർഷ യുദ്ധത്തിന്റെ അവസാനത്തിലുണ്ടായ വെസ്റ്റ് ഫാലിയൻ ഉടമ്പടിയില്, ആ ഉടമ്പടിക്കെതിരായി ലോകത്തുണ്ടായ ഒരു സങ്കല്പമാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. സെക്യുലറിസത്തിന് 1786 ജോർജ് ഹോളിയക്ക് എന്ന ബ്രിട്ടീഷ് യുക്തിവാദിയാണ്, ബ്രിട്ടീഷ് ചിന്തകനാണ് പറഞ്ഞത്, സമൂഹത്തിന്റെ ധാർമ്മികതയുടെയും മനുഷ്യത്വത്തിന്റെയും മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെയും പ്രത്യയശാസ്ത്രമാണ് മതനിരപേക്ഷത എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ മതനിരപേക്ഷതയാണ് ലോകം ഇന്ന് അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതം ഇല്ലാതാകുന്ന അവസ്ഥയല്ല, മതം ഒരു സ്വകാര്യ പ്രശ്നമായി അവന്റെ വീടുകളിലും അവന്റെ ആരാധനാലയങ്ങളിലും അടക്കണം. മറിച്ച് അല്ലാത്ത രാജ്യങ്ങൾ, യൂറോപ്യൻ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഇന്ന് ലോകത്തിൽ മനുഷ്യൻ സമാധാനമായി ജീവിക്കുന്ന കുറെ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഫ്രാൻസ് പോലെ, അല്ലെങ്കിൽ നെതർലൻഡ് പോലുള്ള രാജ്യങ്ങൾ. അവിടെയൊക്കെ എന്താ പ്രശ്നം? അവിടെയൊക്കെ പള്ളി പോകാൻ ആളില്ല. അവിടെ വിശ്വാസമുള്ളൊരു വിശ്വാസം നടത്താം. ഇവിടെ അതല്ല, പള്ളി പോകണമെങ്കിൽ അവിടെ പള്ളിയിലെ കാര്യങ്ങൾ നടത്തുന്ന അച്ഛൻ ശമ്പളക്കാരനാണ് സർക്കാരിന്റെ. ഇവിടെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക പോലെയാണ് ആയിരിക്കുന്നത് ഒരു സാധാ പാതിരി ഇരിക്കുന്നത്. 6 മീറ്റർ തുണി വെളുത്തുണ്ടെങ്കിൽ അവൻ എന്തും കാണിക്കാവുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അതാണല്ലോ മനോരമയ്ക്ക് സാഷ്ടാംഗ പ്രണാമം ചെയ്യേണ്ടി വന്നത്, അല്ലേ? അപ്പൊ ഏതൊരു വിവരക്കെടുത്ത അവസാനം കണ്ടാണ് ഒരു പടം കണ്ടപ്പോടനെ ഇവിടുത്തെ സഭയ്ക്ക് തോന്നിയ ആ പടം കന്യാസ്ത്രീക്കെതിരായിട്ടുള്ള പടമാണ്, കർത്താവിനെതിരെ പടമാണ്. ടോം മട്ടക്കുഴിയുടെ കാര്യം ഞാൻ പറയുന്നത്. ഭാഷാഭൂഷണി വായിക്കുന്ന വളരെ കുറച്ച് പേര് അച്ഛന്മാരും ഭാഷാഭൂഷണി കാണാറില്ല. പക്ഷേ ഉടനെ ഒരു വാളെടുത്തു, മനോരമ പത്രം അത് മുഴുവൻ പിൻവലിച്ചു. അവരെല്ലാം കൂടെ സംഘടിതമായി അരവനെ ചെന്ന് ക്ഷമ പറയാൻ ചെന്നു. ക്ഷമ കേൾക്കണ്ടെന്ന് പറഞ്ഞു. സമരം ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി. ടോം മട്ടക്കുഴി എന്ന് പറയുന്നത് അത്ര. നോക്കൂ, ഒരു പടം വരച്ചാല് അത് എന്താണെന്നോ, അത് മാതാഹരി എന്ന് പറയുന്ന ഒരു വേശ്യയുടെ അല്ലെങ്കിൽ വേശ്യാപുത്രിയുടെ അവരെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു നാടകത്തിന്റെ ചിത്രീകരണമാണെന്നോ, ആ ചിത്രീകരണം ആ മാതാഹരിയെ കന്യാമറിയമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് പോലും പാപമാണെന്ന് ചിന്തിക്കാനുള്ള വിവരമില്ലാത്ത പുരോഹിതന്മാരുടെ ഒരിക്കലേക്ക് സാഷ്ടാംഗപ്രണാമമായിട്ട് ചെന്ന മനോരമ. നോക്കൂ, അവരുടെ ഗതികേട് എത്ര ഭയാനകമാണെന്ന് നോക്ക്. ഈ യുഗത്തിൽ നാണം വരുന്നില്ലേ നമുക്ക്? ഈ ഒരു സമൂഹത്തിൽ ജീവിച്ചിരിക്കാൻ ലജ്ജ തോന്നുന്നില്ല? എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രമാത്രം അപകടകരമായി മതം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, കുടുംബ ജീവിതങ്ങളിലേക്ക്, അടുക്കളയിലേക്ക് ഈ ഫാസിസം എത്തി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം സംസാരിക്കേണ്ടത് ജനാധിപത്യത്തിന് വേണ്ടിയാണ്. നാം സംസാരിക്കേണ്ടത് സെക്യുലറിസത്തിന് വേണ്ടിയാണ്. സെക്യുലറിസം ഇല്ലെങ്കിൽ ജനാധിപത്യം ഇല്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ബഹുസ്വരമായ ഒരു രാജ്യം, ലോകത്തിലെ മുഴുവൻ മതങ്ങളും മുഴുവൻ ജാതികളും ജടിലമായിരിക്കുന്ന ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് മതനിരപേക്ഷമായ നിയമമില്ലെങ്കിൽ, മതനിരപേക്ഷമായ ജീവിതമില്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യമില്ല. ജനാധിപത്യത്തിന്റെ ജീവവായുവാണ് മതനിരപേക്ഷത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള രാഷ്ട്രീയ നിലപാടുകളിലേക്കാണ് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരും ചിന്തകന്മാരും മുഴുവൻ മതേതര വിശ്വാസികളും മതവിശ്വാസികൾ വരെ. കാരണം വെച്ചാൽ ആ മതവിശ്വാസം പോലും നിലനിൽക്കണമെങ്കിൽ മതേതര വിശ്വാസം ഇല്ല എങ്കിൽ നാളെ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉടവരുത്തിരിക്കുന്നു. ഞാൻ വിശദാംശമായി പോകുന്നത് മറ്റൊരു വിഷയമാണ്. എങ്കിൽ പോലും അതുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, മതനിരപേക്ഷതയുടെ അടിസ്ഥാനമാണ് ഏകീകൃതമായിട്ടുള്ള സിവിൽ നിയമം, ഏകീകൃതമായിട്ടുള്ള ശിക്ഷാ നിയമം. അത്തരം ഒരു ഏകീകൃത നിയമങ്ങൾ ഉണ്ടായാൽ മാത്രമേ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞൊരു കാര്യം, നീതി എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് അത്തരം ഒരു മാർഗത്തിലൂടെ മാത്രമേ പോകാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.